കഴിഞ്ഞ ആഴ്ച മഹാന്മാരായ ചില ദൈവദാസന്മാർ പരാജയപ്പെട്ടതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഇന്ന് ഞാൻ മഹാന്മാരായിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, അതിൻ്റെ ബേസിക് റീസൺ, അതിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്ന് വചനത്തിൽ നിന്ന് ചിലരുടെ ദൃഷ്ടാന്തങ്ങളിലൂടെ കാണിക്കാം എന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒരു പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ പരാജയപ്പെടുന്നെങ്കിൽ ഏത് മേഖലയിലായിരിക്കും പരാജയപ്പെടുന്നത് എന്ന് ഞാൻ മുന്നമേ അറിയുന്നത് എനിക്ക് സഹായമാണ്. അതറിയാൻ ഏറെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളിൽ ചിലരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. നിങ്ങൾ പരാജയപ്പെടുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്ന ഏരിയയിൽ പരാജയപ്പെടുമെന്നെൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. അവിടെ പരാജയപ്പെടുമെന്നല്ല, പരാജയപ്പെടുന്നെങ്കിൽ ആ വഴിയിലൂടെ ആയിരിക്കും പരാജയം വരുന്നത്. ഇംഗ്ലീഷിൽ സിസ്റ്റമിക് വീക്ക്നെസ് എന്നൊരു വാക്കുണ്ട്. സിസ്റ്റമിക് വീക്ക്നെസ്, വ്യവസ്ഥാപിത അല്ലെങ്കിൽ വ്യവസ്ഥാനുസാര ബലഹീനതകൾ, സിസ്റ്റമിക് വീക്ക്നെസ്. അങ്ങനെ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ കറങ്ങുന്ന ചലിക്കുന്ന എഞ്ചിൻ്റെ ഭാഗങ്ങൾ എപ്പോഴും തേയ്മാനം ഉണ്ടാകും. വെള്ളം കോരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കപ്പി അല്ലെ പുള്ളി, അത് തന്നെ കറങ്ങുന്നത് കൊണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് തേഞ്ഞ് അങ്ങനെ മായുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ വണ്ടികളൊക്കെ അങ്ങനെയാണ്. എന്നാൽ സ്റ്റാറ്റിക്കായിട്ട് അങ്ങനെ ചലനമില്ലാതെ ഒരു സാധനം കൊണ്ടുവച്ചാൽ അതിന് വലിയ കേടുപാടുകൾ ഉണ്ടാകില്ല. തുരുമ്പിച്ചൊക്കെ പോകുന്നേ ഉള്ളൂ, തുരുമ്പിക്കുന്ന വസ്തുവാണെങ്കിൽ. എല്ലാവർക്കും ഒരു വ്യവസ്ഥാപിത ബലഹീനത ഉണ്ട് ജീവിതത്തിൽ, വ്യക്തിത്വത്തിലുണ്ട്. അത് ചിലപ്പോൾ ടെമ്പർമെൻറ്റ് വഴിയാകാം, വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാകാം, ജന്മനാൽ നമുക്ക് ലഭിക്കുന്ന ചില ജീൻസിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന വിധത്തിൻ്റേതാകാം, നമ്മുടെ മൂല്യങ്ങളുടേതാകാം. പക്ഷെ അങ്ങനെയൊന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതെ ഉള്ള ഒരാളിനോട് ഞാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല. അതെനിക്കും ഉണ്ട്. ഞാൻ പരിചയപ്പെട്ട എല്ലാ ആളുകൾക്കും ഉണ്ട്, എൻ്റെ കുടുംബത്തിലുള്ളവർക്കുണ്ട്. ഞങ്ങൾക്കെല്ലാം മിക്കവാറും ഒരു കോമൺ സിസ്റ്റമിക് ബലഹീനത അങ്ങനെയാണ്. ഒരു കുടുംബത്തിൻ്റെ ഒരു സിസ്റ്റമിക് ബലഹീനത കാണും. അവിടെയുള്ള എല്ലാവർക്കും അത് കാണും. അപ്പനും മക്കൾക്കും അങ്കിളന്മാർക്കും ആൻറ്റിമാർക്കും ഒക്കെ ബലഹീനത കാണും. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ചിലർക്ക് ലേസിനെസ്സാണ്, ഫോർ എക്സാമ്പിൾ, അലസത. അതാ കുടുംബത്തിൻ്റെ ഒരു ക്യാരക്ടറാണ്. അവരലസരായ ആളുകളാണ്. എഴുന്നേൽക്കുന്നതിൽ അലസത, രാവിലെ പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നതിൽ അലസത, പഠിക്കുന്നതിൽ അലസത, ബ്രേക്ക്ഫാസ്റ്റ് പ്രാതലുണ്ടാക്കി കഴിക്കുന്നതിലും കുടിക്കുന്നതിലും അലസത, ജോലിക്ക് പോകുന്നതിൽ അലസത. ഓടി ബസ് പിടിക്കുന്നവരുണ്ട്. ചില ദിവസമൊക്കെ അവർക്ക് നഷ്ടപ്പെടും ബസ്. ഓടി ചെല്ലുമ്പോഴത്തേക്ക് ബസ് പോയി എന്ത് ചെയ്യാൻ? അതൊരു വ്യവസ്ഥാപിത ബലഹീനതയാണ്. വേറെ ചിലർ അങ്ങനെയല്ല. 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പേ ബസ് സ്റ്റോപ്പിൽ പോയിരിക്കും. അവിടെ വരുന്നവരോടൊക്കെ വർത്തമാനം പറയും, സൗഹൃദം പങ്കുവയ്ക്കും, ബസ് വരുമ്പോൾ കയറി പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ വന്നില്ലെങ്കിൽ ചില സമയത്ത് ബസ്സുകാർ 1 മിനിറ്റ് അവിടെ നിൽക്കും, ഓണടിക്കും. അവർക്കറിയാവുന്നൊരു കാര്യമുണ്ട്, മതിയായ കാരണങ്ങൾ കൂടാതെ അവർ താമസിക്കുകയില്ല. ഈ ഓടി വരുന്നവർക്ക് വേണ്ടിയൊന്നും ആരും നിർത്താറില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർക്കൊരു ഇമ്പ്രഷനുണ്ട്, ആ പാർട്ടി അത്ര ശരിയല്ല, വന്നെങ്കിൽ വന്നു, വന്നില്ല. അങ്ങനെയുള്ളവരുണ്ട്. കൊടുക്ക വാങ്ങൽ ബലഹീനതയുള്ളവരുണ്ട്. കടം ചോദിക്കാൻ യാതൊരു മടിയില്ലാത്ത ആളുകളുണ്ട്. അതവരുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ്. അപ്പോൾ കൂട്ടർ തുടങ്ങിയേ മറ്റുള്ളവരുടെ കടം വാങ്ങും, തിരിച്ചു കൊടുക്കുകയില്ല. ഞാനൊരിക്കലൊരു ദൈവദാസൻ ഇങ്ങനെ കടം വാങ്ങി, സഭയിലുള്ള എല്ലാവരോടും കടം വാങ്ങി, സഭയിലെ എല്ലാവരും കടം വാങ്ങി, ആരുടെയും കൊടുത്തില്ല. പിന്നെ ഇനി അവരോട് ചോദിക്കാനൊക്കെ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നാട്ടുകാരുടെ ചോദിക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഒന്നും കൊടുക്കില്ല. പിന്നെ എവിടെയാ? പിന്നെ കാണുന്നവരോടൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പരാതി വന്നു, ബ്രദർ ഈ സഹോദരനോടൊന്ന് സംസാരിക്കണം, ഞങ്ങളോടെല്ലാം പണം വാങ്ങിയിട്ടുണ്ട്, പണം തരുന്നില്ല. അപ്പോൾ ഞാനങ്ങനെ സഹോദരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ബ്രദറിനെ ഈ കടം ചോദിക്കാൻ നാണമില്ല എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ലജ്ജയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആദ്യമൊക്കെ ലജ്ജ ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് ആരെയും ഒരു പരിചയമില്ലാത്ത ആളിനോട് 1 മിനിറ്റ് സംശയം, എന്നിട്ട് ഒരു 500 രൂപ ഒരു 2 ദിവസത്തേക്ക് ഒന്ന് മാറ്റി കുറയ്ക്കാം. അങ്ങനെ ചോദിക്കാൻ യാതൊരു മടിയില്ലാത്ത ആളുകളാണ്. അവസാനം പിന്നെ ഞാൻ അദ്ദേഹത്തോട് നിങ്ങളുടെ വസ്തുവെല്ലാം വിറ്റ് കടമെല്ലാം വീട്ടാൻ പറഞ്ഞു. അതിലും അദ്ദേഹം അനുസരിച്ചു. വസ്തുവും പേരെയും എല്ലാം വിട്ടിട്ട് എല്ലാവരുടെയും കടം വീട്ടി. പിന്നെ കുറച്ച് പണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അല്പം വസ്തു ഒരു ചെറിയ വീടും കൂടെ സംഘടിപ്പിച്ച് അദ്ദേഹം ജീവിച്ചു, കടരഹിതനായി ജീവിച്ചു. അങ്ങനെയുള്ള ആളുകളുണ്ട്. വേറെ ചില ആളുകളുണ്ട്, പട്ടിണി കിടന്നാലും മരിക്കേണ്ടി വന്നാലും കടമ വന്നില്ല. അതവരുടെ ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാറ്റിനും നന്മയും തിന്മയും ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ സിസ്റ്റമിക് ബലഹീനത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ദാവീദിൻ്റെ കുടുംബത്തിൻ്റെ സിസ്റ്റമിക് ബലഹീനതയിൽ ഒന്നായിരുന്നു ലൈംഗിക ബലഹീനത എന്ന് പറയുന്നത്.
പെണ്ണുങ്ങളോടുള്ള സ്ത്രീകളോടുള്ളതായിരിക്കുന്ന ഒരാൾ. ഇത് ദാവീദിനുണ്ടായിരുന്നു, ദാവീദിൻ്റെ മക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ശ്രദ്ധിച്ചറിയാം, അവരെല്ലാ പാപത്തിലാണ് വീണത്. സിസ്റ്റമിക് ബലഹീനതയാണ്. ചില കുടുംബങ്ങളെപ്പറ്റി ഒരിക്കലും അങ്ങനെ അപവാദങ്ങൾ കേൾക്കില്ല, ഒരിക്കലും, നെവർ. അത് അവരുടെ സിസ്റ്റമിക് സ്ട്രെങ്താണ്. അപ്പം നമുക്കെല്ലാം അങ്ങനെയുള്ള ചില ബലഹീനതകളുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വിശ്വാസികളുടെ ചരിത്രം മാത്രമല്ല, ബൈബിൾ പറഞ്ഞിട്ടുള്ള ചില അവിശ്വാസികളുടെ ചരിത്രവും ഇതിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പം തന്നെ ഉദാഹരണമായിട്ട് എടുത്താൽ ബാബിലോണിയ സാമ്രാജ്യത്തെ നോക്കുക. എന്തോ ഒരു ശക്തമായ ഒരു സാമ്രാജ്യമാണ്. ദാനിയേൽ ജീവിച്ചതും ശുശ്രൂഷിച്ചതും ആ സാമ്രാജ്യത്തിലാണ്. സിസ്റ്റമിക് വീക്ക്നെസ് വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണത്. ബാബിലോണിയ സാമ്രാജ്യത്തിൽ നിന്നും പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് ഭരണം വ്യാപിച്ചു. അവിടെയും ദാനിയേൽ ഒരുപക്ഷെ ചീഫ് സെക്രട്ടറിയായി കുറേ കാലം സേവിച്ചു എന്ന് നമുക്കറിയാം. കോരശ് രാജാവിൻ്റെ വാഴ്ച വരെയും ദാനിയേൽ തുടർന്നു. ഈ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ വീഴ്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത് അവരുടെ സിസ്റ്റമിക് വീക്ക്നെസ് ആയിരുന്നു. 5-ാം അധ്യായം നമ്മൾ വായിച്ചാൽ, ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം വായിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ആ അധ്യായത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത് എന്താണെന്നറിയാം. നമ്മുടെ സിസ്റ്റമിക് വീക്ക്നെസ് നാം ഒഴിവാക്കിയില്ലെങ്കിൽ നാമും അതുപോലെ തന്നെ പോകും. നെബൂഖദ്നേസർ രാജാവ് വളരെ വിജയിയായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ അഹങ്കാരം എന്ന് പറയുന്നതായിരിക്കും ഒരു സിസ്റ്റമിക് വീക്ക്നെസ് ആ കുടുംബത്തിനുണ്ടായിരുന്നു. താൻ പണിതായിരിക്കുന്ന ആ വലിയ തോട്ടത്തെയൊക്കെ നോക്കിക്കൊണ്ട് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ മഹത്വത്തിന് വേണ്ടി പണിത മഹതിയ ബാബിലോൺ. ആ വാക്കുകൾ അവൻ്റെ വായിൽ നിന്ന് വീണപ്പോൾ തന്നെ ദൈവം എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ പുല്ലുതിരിക്കുമെന്നാണ്. തൻ്റെ മഹത്വത്തിന് വേണ്ടി എന്നുള്ളത്. ലോകത്തിലെ വണ്ടേഴ്സിലൊന്നാണ് ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ, നമുക്കറിയാം. അത്ഭുതങ്ങളിലൊന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അത്ഭുതം പണിതായിരിക്കുന്ന ഒരു രാജാവാണ്. പക്ഷേ അത് തൻ്റെ മഹത്വത്തിന് വേണ്ടി. അതുപോലെയാണ് താൻ കണ്ട ഒരു സ്വപ്നം. ദാനിയേൽ അതിനെ വ്യാഖ്യാനിച്ചു. ഉടനെ തന്നെ താൻ എന്താണ് ആ സ്വപ്നത്തിൻ്റെ തല നെബൂഖദ്നേസർ ആണെന്ന് ദാനിയേൽ പറഞ്ഞ ഉടനെ തന്നെ തീരുമാനിച്ചു, ഞാനൊരു വിഗ്രഹം പണിയും, അതിൻ്റെ തല ഞാനായിരിക്കും, ലോകത്തിലുള്ള എല്ലാവരെയും അതിന് മുമ്പിൽ വന്ന് നമസ്കരിക്കാൻ ഞാൻ പ്രേരിപ്പിക്കും. അവിടെയാണ് ശദ്രക് മേശക് അബേദ്നെഗോ എന്ന് പറഞ്ഞ 3 ബാലന്മാരുടെ കഥയൊക്കെ നമ്മൾ വായിക്കുന്നത്. നെബൂഖദ്നേസർ ഉടനെ അത് ചെയ്തു. ഈ സിസ്റ്റമിക് വീക്ക്നെസ് എന്ന് പറയുന്നത് വളരെ ഒരു ഭയങ്കര സംഭവമാണ്. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 29 തുടങ്ങി 33 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അവിടെ ഈ സത്യങ്ങളുണ്ട്. ദൈവം അവനോട് പറഞ്ഞെന്താണ്? നീ വലിയ രാജാവാണ്, ലോകത്തിലുള്ള സകല രാജ്യങ്ങളും നിൻ്റേതാണെന്ന് അഭിമാനിച്ചു, നിൻ്റെ മഹത്വത്തിനും പ്രതാപത്തിനും വേണ്ടി നീ ഹാങ്ങിങ് ഗാർഡൻസൊക്കെ പണിയിച്ചു, ബാബേൽ എന്ന് പറഞ്ഞ വലിയ പട്ടണം നീ പണിയിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പം ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാളയെ പോലെ പുല്ലുതിരിക്കുമെന്നാണ്. ഒരു മഹാനായ ലോകം മുഴുവൻ അടക്കി, അന്നറിയപ്പെട്ട ലോകം മുഴുവൻ അടക്കി വാണതായിരിക്കുന്ന ഒരു രാജാവിനെ പെട്ടെന്നൊരു കാളയെ പോലെ പുല്ലുതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ബോവാനർഗസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ആ മാനസിക രോഗമാണ്. അതിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ താൻ വേറെ എന്തോ ആണെന്ന് ഇങ്ങനെ ചിന്തിക്കും, എന്നിട്ട് അതുപോലെ പ്രവർത്തിക്കും. ചില മാനസിക രോഗികളിങ്ങനെ ഒരു കമ്പുമൊക്കെ കൈപിടിച്ച് മൈക്കുമൊക്കെ ആയിട്ട് വലിയ മൈക്ക് സ്പീക്കറായിട്ടൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്നത്. ചിലർ വലിയ വണ്ടിയൊക്കെ ഓടിക്കുന്ന പോലെ ഇടർന്ന് പോയിങ്ങനെ മാനസിക രോഗി ആണെങ്കിലും. അപ്പോൾ അവർ ചിന്തിക്കുന്നത് അവരൊരു ഡ്രൈവറാണെന്ന്. അപ്പോൾ അങ്ങനെ അവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യും. അതവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നെബൂഖദ്നേസർ രാജാവ് ഒരു കാളയാണെന്നാണ് ചിന്തിച്ചപ്പോൾ 2 കൈയും 2 കാലും കുത്തി നടക്കാനും പുല്ല് തിന്നാനും ഒക്കെ അങ്ങനെ തുടങ്ങി. അങ്ങനെ 7 വർഷം അവനെ പുല്ല് തിരിച്ചു. ദൈവം ഇന്നും അതൊക്കെ ചെയ്യുന്ന ദൈവമാകട്ടോ. നമ്മുടെ സിസ്റ്റമിക് ബലഹീനതകളൊക്കെ നമ്മൾ മാറ്റിയില്ലെങ്കിൽ ഇന്നും കാളയെപ്പോലെ പുല്ല് തിരിച്ചില്ലെങ്കിൽ വേറെ എന്തിനെ പോലെയെങ്കിലുമൊക്കെ നമ്മളെ ആക്കി തീർക്കാനായിട്ട് കഴിയും. ലോകത്തിൻ്റെ അത്ഭുതമായിരുന്നു യെരൂശലേമിലെ ദൈവാലയം, നമുക്കറിയാം. അങ്ങനെ ഒരു ദൈവാലയം ലോകത്ത് ഒരു രാജ്യത്തും പണിതിരുന്നില്ല. അതിൻ്റെ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് അതിശയങ്ങളുടെ അതിശയമായിരുന്നു. കാരണം സ്വർഗത്തിലെ ദൈവമായ യഹോവയുടെ ശേഖന തേജസ് അവിടെ വെളിപ്പെട്ടിരുന്നു, താനവിടെ വസിച്ചിരുന്നു. അപ്പോൾ ആ ദൈവാലയം നശിപ്പിക്കുകയും അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധ ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുകയൊക്കെ നെബൂഖദ്നേസർ രാജാവ് ചെയ്തു. താൻ അതുകൊണ്ടൊക്കെ കൊണ്ടുവന്ന് എവിടെയാണ് വെച്ചെന്നറിയാമോ? ബാബേലിൽ തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ വെച്ചെന്നാണ്. തൻ്റെ അഹങ്കാരത്തിന് അങ്ങേയറ്റമാണ്. താൻ എന്താ പറയുന്നറിയാമോ? യഹോവ എന്ന് പറഞ്ഞ ദൈവം എൻ്റെ ദേവന്മാരുടെ കാൽക്കലിരിക്കും, അതിനുള്ള യോഗ്യതയെ അവനുള്ളൂ. ശമൂലിൻ്റെ കാലത്ത് നിയമപ്പെട്ട എടുത്തുകൊണ്ട് പോയിട്ട് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ വെച്ച് നേരം വിളിച്ചെഴുന്നേറ്റ് എന്താ ചെയ്തത്? ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന് മുന്നേ കിടക്കുന്നു. പിന്നെ അവരെ കൊണ്ട് പൊക്കി വെച്ചു. കാലൊടിഞ്ഞ് അവിടെ കിടന്നു. പിന്നെ പൊക്കി വെച്ചു, തലയൊടിഞ്ഞ് അങ്ങനെ പോയി.
ഈ അഹങ്കാരികളായിരിക്കുന്ന മനുഷ്യരൊക്കെ എങ്ങനെ ചെയ്യും? ദൈവം തമ്പുരാൻ അതാത് സമയങ്ങളിൽ അവരൊക്കെ മുന്നറിയിപ്പ് കൊടുത്തു. സ്വർഗത്തിലെ ദൈവത്തോട് തുല്യം ചെയ്യുവാനും ദൈവത്തെ കീഴ്പ്പെടുത്താനും കഴിയുന്ന ഒരാളുമില്ല. അതെ. അപ്പോൾ യാതൊരു വിജാതിനും യെരൂശലേം ദൈവാലയത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. എന്നാൽ നെബൂഖദ്നേസർ കയറി. അവൻ കയറിയെന്ന് മാത്രമല്ല, ദൈവാലയം തീണ്ടിച്ചു എന്ന് നമുക്ക് പറയാം. അവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ബാബേലിൻ്റെ ദേവന്മാരുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു. താൻ അതുകൊണ്ട് തെളിയിക്കാനായിട്ട് ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നെബൂഖദ്നേസർ രാജാവായ ഞാനും എൻ്റെ ദേവന്മാരും ശലോമോനേക്കാളും ശലോമോൻ്റെ ദൈവമായ യഹോവയെക്കാളും വലിയവരാണ്. ശലോമോൻ പണിത ദൈവാലയം ഞാൻ പൊടിച്ചു. ശലോമോൻ്റെ ആർക്ക് ഓഫ് കവനൻ്റ് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ ദേവൻ്റെ മുന്നിൽ വെച്ചു. അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ബെൽഷസർ എന്താ ചെയ്യുന്നത്? അവനത് തോന്നി ഇവിടെ ഈ കുടുംബത്തിൻ്റെ ബലഹീനത, ഈ അഹങ്കാരം എന്ന് പറയുന്നത്. അവൻ 1000 പേരടങ്ങുന്നതായിരിക്കുന്ന മഹാന്മാരായ രാജാക്കന്മാരും പ്രഭുക്കന്മാർക്കും എല്ലാം ഒരു വിരുന്ന് കൊടുത്തു. അങ്ങനെ വിരുന്നങ്ങനെ മുഹൂർത്തപ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നി, ഈ സ്വർഗത്തിലെ ദൈവമായിരിക്കുന്ന യഹോവയ്ക്ക് വേണ്ടി അർപ്പിച്ചതായിരിക്കുന്ന പാനപാത്രങ്ങൾ കൊണ്ടുവന്ന് അതിൽ ഞാനും എൻ്റെ വെപ്പാട്ടികളും ഒന്ന് കുടിക്കുക, എന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ദേവന്മാരെ സ്തുതിക്കുക. അവൻ്റെ സിസ്റ്റമിക് വീക്ക്നെസ്, അവൻ്റെ അഹങ്കാരത്തിൻ്റെ അവസാന നാളുകളാണ്. അവനത് ചെയ്തു. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണൊരു കയ്യെഴുത്ത്, മേനെ തേക്കേൽ ഉർഫാസിൻ, ഞാൻ നിന്നെ എൻ്റെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടു. നിൻ്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. രാജാവാകെ അവൻ്റെ നട്ടല്, അവൻ്റെ എന്താ പറയുന്ന ലോയിൻസ്, അവൻ്റെ അര ഇളകിപ്പോയി എന്നാ പറഞ്ഞ്, അര ഇളകിപ്പോയി. ആകെപ്പോഴെ വിഷണ്ണനായി. രാജ്ഞി വന്നു പറഞ്ഞു, നിൻ്റെ അപ്പൻ്റെ കാലത്ത് വിദ്വാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഭക്തനായ ദാനിയേൽ. അവൻ സ്വപ്നവ്യാഖ്യാനവും മറ്റും ചെയ്യുന്നവനാണ്. പെട്ടെന്ന് അവനെ വിളിക്കാൻ പറഞ്ഞു. ദാനിയേലിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ദാനിയേലിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ബെൽഷസറേ, നീ കാണിച്ച ഭോഷം നിൻ്റെ അപ്പനെ പുല്ല് തീറ്റിച്ചതാണ് യഹോവ, നീ അത് ഓർത്തില്ലല്ലേ എന്ന് ചോദിച്ചു. നിൻ്റെ അപ്പനെ പുല്ല് തീറ്റിച്ച യഹോവയെ നീ ഓർത്തില്ലല്ലേ? എന്നിട്ട് നീ ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ നിന്നും നീയും നിൻ്റെ വെപ്പാട്ടികളും വീഞ്ഞു കുടിച്ച് കല്ലും മണ്ണും കൊണ്ടുള്ള ദേവന്മാരെ നീ സേവിക്കാൻ ധൈര്യം കാണിച്ചു. നീ വളരെയധികം ധൈര്യമാണ് കാണിച്ചത്. അതുകൊണ്ട് ദൈവം നിൻ്റെ രാജ്യത്തെയും നിൻ്റെ നാളുകളെയും എണ്ണി തൻ്റെ തുലാസിൽ തൂക്കി നിന്നെ കുറവുള്ളവനായി കണ്ടു. നിൻ്റെ രാജ്യത്വം നീക്കി അത് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു എന്ന് പറയും. ദാനിയേലിനെ പറ്റി നോക്കുമ്പോൾ അവന് സിസ്റ്റമിക് വീക്ക്നെസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സിസ്റ്റമിക് സ്ട്രെങ്ത് ആണ് ദാനിയേൽ മിക്കവാറും കാണിക്കുന്നത്. വളരെ കുറച്ച് വീക്ക്നെസ്സേ ഉണ്ടായിരുന്നുള്ളൂ. സിസ്റ്റമിക് എൻ്റെ ഏത് രാജാവായാലും അവൻ്റെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ പറയാനായിട്ട് ഒരു ധൈര്യം കാണിച്ചു. അങ്ങനെ വളരെ ചെറുക്ക ആളുകളേ ഉള്ളൂ. അത് അവരുടെ സിസ്റ്റമിക് സ്ട്രെങ്താണ്. അപ്പോൾ ബെൽഷസറെ ശാസിച്ചു അവൻ്റെ അഹങ്കാരം. ഇപ്പോൾ ബാബിലോണിൻ്റെ സിസ്റ്റമിക് വീക്ക്നെസ്സാണ് നെബൂഖദ്നേസറിനുണ്ടായിരുന്നത്, നെബൂഖദ്നേസറിൻ്റെ പിൻഗാമികൾക്കുണ്ടായിരുന്നത്. ദൈവം അതുകൊണ്ട് ബാബേൽ സാമ്രാജ്യത്തെ തകർത്ത് കളഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറെ പോലെയും ബെൽഷസറെ പോലെയും ശക്തന്മാരായ സാമ്രാട്ടുകളായാലും രാജാക്കന്മാരായാലും ബാബിലോൺ പോലെ ശക്തമായിരിക്കുന്ന സാമ്രാജ്യങ്ങളായാലും ഞാൻ പറയാം, നമ്മുടെ സിസ്റ്റമിക് വീക്ക്നെസ് നമ്മെ തകർത്ത് കളയും. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റമിക് വീക്ക്നെസ് എന്താണ്? ഉസിയ രാജാവിനുണ്ടായിരുന്നൊരു സിസ്റ്റമിക് വീക്ക്നെസ് ആയിരുന്നു അഹങ്കാരം. ലോകത്തിലുള്ള എല്ലാ ശലോമോനേക്കാൾ ശക്തനായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഉസിയ രാജാവ്. അവൻ്റെ കാലത്താണ് ഇസ്രായേലിൽ ഏറ്റവും വലിയ സമൃദ്ധി ഉണ്ടായിരുന്നാണ് പറയുന്നത്. അങ്ങ് നിഗളിച്ചു. അവൻ പറഞ്ഞു, എനിക്കൊരു കുറവേ ഉള്ളെന്ന് പറഞ്ഞു. പൗരോഹിത്യം. ദൈവാലയത്തിൽ കയറി ധൂപപീഠത്തെങ്കിൽ ഞാൻ ധൂപം ഉറപ്പിച്ച് ആ സ്ഥാനവും കയ്യേറുമെന്ന് പറഞ്ഞു. നേരെ കയറി ചെന്നു. ദൈവത്തിൻ്റെ പുരോഹിതന്മാർ പുറകെ ചെന്നു. ഉസിയാവേ, നിനക്കിത് യോഗ്യമല്ലെന്ന് പറഞ്ഞു. അവരോട് കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? കുഷ്ഠം അവൻ്റെ നെറ്റിക്ക് പൊട്ടിപ്പുറപ്പെട്ടു. അവനെ അവർ ബലമായി പുറത്താക്കി. അവന് തന്നെ ബോധ്യമായി തന്നെ കുഷ്ഠരോഗിയാണെന്ന്. ജീവിതകാലം മുഴുവനും വേറെ ഒരു ഷെഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ പാർക്കേണ്ടി വന്നു. അവൻ്റെ മകൻ അവന് പകരം രാജ്യം ഭരിച്ചു യോധ. അപ്പോൾ എന്താണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്? നമുക്കെല്ലാം ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലർക്കും കാണും അഹങ്കാരം. അത് നിങ്ങളുടെ ധനത്തെക്കുറിച്ചാകാം. പിന്നെ അങ്ങനെ അഹങ്കരിക്കേണ്ട ധനവാന്മാരാരും ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതുവരെ കണ്ടിട്ടില്ല ആരും. നിങ്ങളുടെ സൗന്ദര്യമായിരിക്കും. എന്നാലും ഒരു മിസ് വേൾഡ് മത്സരത്തിന് പോയാൽ കിട്ടുന്നവരാരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. നിങ്ങളെല്ലാം സുന്ദരികളാണ് കേട്ടോ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അത്രയും വരെ ആരും പോകില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ നിങ്ങളുടെ ബുദ്ധി?
അങ്ങനെ വലിയ ബുദ്ധിമാന്മാരും ഇല്ല. ബുദ്ധിമാന്മാരൊക്കെ ഉണ്ടെങ്കിലും ഒരു നോബൽ പ്രൈസ് എടുക്കുന്ന ബുദ്ധിമാന്മാരൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു ഇൻവെൻഷൻ ക്രെഡിറ്റ് ചെയ്യത്തൊക്കെ വേണം. പിന്നെ നന്നായി പാടുന്നവരാണ്, എന്നാലും ലതാ മങ്കേഷ്കറെ പോലെയൊക്കെ പാടുന്നതായിരിക്കുന്ന പാട്ടുകാരികൾ നമ്മുടെ ഇടയിലുള്ളതെന്ന് എനിക്കറിയില്ല. അത്രയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, നമ്മളൊക്കെ ശക്തന്മാരാണ്, കാര്യപ്രാപ്തിയുള്ളവരാണ്. എന്നാലും വേറെ കാര്യപ്രാപ്തിയുള്ളവർ ഇതിനേക്കാൾ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് അവയ്ക്ക് സിസ്റ്റമിക് വീക്ക്നെസ് അങ്ങനെയുള്ളിടത്തില്ല. പക്ഷേ അഹങ്കാരം എന്ന് പറയുന്നത് വരാനായിട്ട് വേറൊന്നും വേണ്ട. ഞാനെന്ന ഭാവത്തിന് ബുദ്ധി വേണമെന്നില്ല, ശക്തി വേണമെന്നില്ല, പണം വേണമെന്നില്ല, ഒന്നുമില്ല. അത് തന്നെ ഇങ്ങ് വരും. അതെ, ചിലരുടെ സിസ്റ്റമിക് വീക്ക്നെസ് വേറെ ചില കാര്യങ്ങളാണ്. അതേക്കുറിച്ച് വേറെ ചില ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയാം. അപ്പോൾ അത് എന്താണ് നിങ്ങളുടെ സിസ്റ്റമിക് വീക്ക്നെസ് എന്ന് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ ഒരു ഹോംവർക്കാണത്. എൻ്റെ സിസ്റ്റമിക് വീക്ക്നെസ് എന്താണ്? എൻ്റെ എന്ന് പറയാം, എൻ്റെ നിങ്ങൾ കണ്ടെത്തണമെന്നല്ല പറഞ്ഞത്. കണ്ടെത്താൻ കഴിയുമെങ്കിൽ നല്ലതാണ്. അതെന്നോട് പറഞ്ഞാൽ എനിക്ക് പ്രയോജനമായിരിക്കും. എങ്കിൽ നിങ്ങളുടെ സിസ്റ്റമിക് വീക്ക്നെസ് എന്താണെന്ന് നിങ്ങൾ പറയണം. ചിലരുടെ സിസ്റ്റമിക് വീക്ക്നെസ് അവരെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആർക്കും ഏത് കൂട്ടുകാർക്കും പാടാ എന്ന് പറഞ്ഞാൽ അവർ പറയും. അങ്ങനെയുള്ളവരുണ്ട്. അവർ പറയും ഉത്തരവാദിത്വ ബോധമില്ലൊന്നുമില്ല. അവരെ ഫ്രണ്ട്സാണ് കൺട്രോൾ ചെയ്യുന്നത്. ചിലരുടെ സിസ്റ്റമിക് വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അവരുടെ അധ്വാനശീലമാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ചത്ത് കിടന്ന് പണിയെന്ന് പറയില്ലേ, അങ്ങനെ ചത്ത് കിടന്ന് പണിയുന്നവരുണ്ട്. അത് അവരുടെ വീക്ക്നെസ്സാണ്. അവരെ അവസാനം നശിപ്പിക്കുന്നത് ഈ ചത്ത് കിടന്ന പണിയായിരിക്കും. അതവരെ നശിപ്പിക്കും. അവരെ കൊണ്ട് പ്രയോജനം കൂടി ഇല്ലാതെയാകും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റമിക് വീക്ക്നെസ് എന്താണെന്ന് നാം അറിയുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. രണ്ടാമത് ഞാൻ സിസ്റ്റമിക് വീക്ക്നെസ്സിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മുടെ പൈതൃകമാണ് പലപ്പോഴും നമുക്ക് സിസ്റ്റമിക് വീക്ക്നെസ് ഉണ്ടാക്കുന്നത്. കുടുംബത്തെപ്പറ്റി പറയില്ലേ, എല്ലാവർക്കും അവരവരുടെ കുടുംബത്തെപ്പറ്റി പറയും. ഞാനും എൻ്റെ കുടുംബത്തെപ്പറ്റി മറ്റുള്ളവരെയൊക്കെ കൂടുതൽ പറയുന്ന ഒരാളാണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ നശിപ്പിച്ചുകളായിരിക്കും. നമ്മുടെ സിസ്റ്റമിക് വീക്ക്നെസ് അതായി മാറരുത്. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ബഷീർ ആരായിരുന്നു എഴുതിയേ. അപ്പോൾ അതുപോലെയുള്ള ഒരഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ, എനിക്ക് ഉപ്പാപ്പക്ക് ആന ഉണ്ടായിരുന്നുണ്ട് എൻ്റെ ചന്തിക്ക് തലമ്പ് വരുമോ? വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞങ്ങൾ വലിയ കുടുംബക്കാരാണ്, ഞങ്ങളതാണ്, ഇപ്പോഴാണ് ഇപ്പോഴാണെന്നൊക്കെ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ഒരു ബലഹീനതയാണ്. എനിക്കൊരു കസിൻ ഉണ്ടായിരുന്നു. അവനങ്ങനെ അഹങ്കാരിയൊന്നും അല്ല, നല്ല സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു. എങ്കിലും അവൻ ഈ മിലിറ്ററി കോളേജിൽ നിന്നൊക്കെ പഠിച്ച് പുറത്തിറങ്ങി. അന്നത്തെ കാലത്ത് മിലിറ്ററി കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. ഓട്ടോമാറ്റിക് അപ്പോയിൻമെൻറ്റ് സെക്കൻഡ് ലെഫ്റ്റനൻ്റായിട്ട് കിട്ടും, കമ്മീഷൻ റാങ്കിലൊക്കെ കിട്ടും. അവൻ പട്ടാളത്തിൽ പോയില്ല, അതൊക്കെ പഠിച്ചിറങ്ങിയിട്ട്. അപ്പോൾ അവന് കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു ദിവസം അവനൊരു കൂട്ടുകാരെ കാണാൻ പോയപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു, പാടാ നമുക്ക് ഇവനെ ഒന്ന് എടുക്കാം, മിലിറ്ററി കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ വലിയ അഭ്യാസമായിരിക്കും. ചെന്ന് ഹലോ പറഞ്ഞതും അവർ 5-10 പേര് കൂടി ഇവനെ പൊക്കി മേപ്പെട്ട് എറിഞ്ഞു. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഈ ഇടിയാണ് ഒരു 15-20 മിനിറ്റ് ഇടിച്ചിട്ട് അവർ കൈമാറി അവൻ വിടൂന്ന് വന്ന് താഴെ വന്ന് പഞ്ചറായി. പാവം പറയും, ഞാൻ മിലിറ്ററി കോളേജിലെ ഗ്രാജുവേറ്റാണ്, ഫയൽമാനാണ് എന്നുള്ള ചിന്ത ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിക്കാതിരിക്കത്തക്ക ഗുണം അവരെന്നെ ഇടിച്ച് പഞ്ചറാക്കി. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആരെങ്കിലും ഒന്ന് ഇടിച്ച് പഞ്ചറാക്കിയെങ്കിൽ നമ്മുടെ അഹങ്കാരം ഒന്ന് മാറും. അങ്ങനെയൊക്കെ ജീവിതത്തിൽ വരും. നമുക്കൊക്കെ ചില അഹങ്കാരം, നമ്മുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബപരമായി നമുക്കുള്ളതായിരിക്കുന്ന ചിലതൊക്കെ ഉണ്ട്. ഞാൻ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാര്യവും ബൽശസ്സർ രാജാവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അത് അവരുടെ കുടുംബപരമായിരിക്കുന്ന ഒരു ബലഹീനതയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. നമുക്കും പൈതൃകമായി പലതും കിട്ടിയിട്ടുണ്ട് ഇല്ലേ, സ്വത്തായിട്ട്. ചില സ്വഭാവങ്ങളായിരിക്കാം, ചില ശീലങ്ങളായിരിക്കാം. സൂക്ഷിക്കണേ, നിങ്ങളുടെ പൈതൃകം നിങ്ങൾക്ക് ആപത്താണ്. നിങ്ങളുടെ ജീവിതത്തെ അത് നശിപ്പിച്ചെന്ന് വരും. എനിക്കൊരു കുടുംബത്തെ നന്നായിട്ടറിയാം, നിങ്ങൾക്ക് ആർക്കും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിഹിതമായിട്ട് അവർ വളരെ സ്വത്ത് സമ്പാദിച്ചു, വളരെ സ്വത്ത്. അത് അവരുടെ കുടുംബത്തിൻ്റെ ഒരു ബലഹീനതയാണ്, അവിഹിതമായി സ്വത്ത് സമ്പാദിക്കുക എന്നുള്ളത്. അവരൊരു നമ്പൂതിരിയെ വഞ്ചിച്ച് നമ്പൂതിരി ഒരു 5 ഏക്കർ സ്ഥലം കൈവശമാക്കി. നമ്പൂതിരിക്ക് ആകെ 5 ഏക്കർ ഉണ്ടായിരുന്നുള്ളൂ, അത് മുഴുവൻ അവർ കൈവശമാക്കി. ക്രിസ്ത്യൻസാ, ബിലീവേഴ്സാ, സ്നാനപ്പെട്ടവരാ, ആത്മധർമ്മമുള്ളവരാ. ഏതാത്മാവാണെന്ന് ചോദിക്കരുത്, അത് വേറൊരു കാര്യം. ഏതായാലും അവർക്കൊറ്റ മകനേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്വത്തല്ല, അവർ ഒത്തിരി സ്വത്തുണ്ട്. ഈ നമ്പൂരിൽ നിന്ന് വസിച്ച് കൂടാതെ അവർക്ക് ഇഷ്ടംപോലെ സ്വത്തുള്ളവരാണ്. വലിയ സ്മാർട്ട് കുശാഗ്രബുദ്ധിക്കാരെന്ന് പറഞ്ഞില്ലേ. നിങ്ങളുടെ ഒരു ഭൂമി പാട്ടത്തിനെടുത്തിട്ട് 2 കൊല്ലത്തിനുള്ളിൽ അത് അവരുടെ സ്വത്താക്കി. അതിന് ചാരെഴുതി, അതെഴുതി, നിയമങ്ങളൊക്കെ അറിയാം, അവരതൊക്കെ വകുപ്പ് എഴുതി. അവസാനം 5 കൊല്ലം കഴിഞ്ഞ് നമ്പൂരി ഒന്നും പറഞ്ഞ് ഏത് സ്വത്ത്, ആരുടെ സ്വത്ത്, നമ്മുടെ സ്വത്ത് വാങ്ങിച്ചിട്ടുണ്ട്, എവിടെയാണ്?
നമ്പൂരി അന്വേഷിച്ചപ്പോൾ നമ്പൂരിക്ക് സ്വത്തുമില്ല, അതിനെ അവരെ സ്വത്താക്കി അവർ മാറ്റി, അവർ പേര് ചേർത്ത കരുവടച്ച് സ്വന്തമാക്കി. ഏതായാലും നമ്പൂരി നിരാശനായി പോയി. ചിലർ പറയുന്നത് നമ്പൂരി ഏതാണ്ട് ചെയ്തിട്ടാണെന്ന് പറയും. ഏതായാലും എന്ത് സംഭവിച്ചു? ഒറ്റ മകനേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകനെ പാമ്പ് കടിച്ചങ്ങ് ചത്തു. ഒരു ദിവസം അവരുടെ പാടത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ അവനെ ഒരു പാമ്പ് കടിച്ചു. പക്ഷെ പാമ്പ് കടിച്ചപ്പോഴേ ചത്തു. ആ സ്വത്ത് അനുഭവിക്കാൻ അവന് കഴിഞ്ഞില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മകനെ ഈ മകൻ മരിച്ചുപോയ മകനെ വിവാഹം ചെയ്തു കൊടുത്തത് വേറെ ഒരു ധനവാനായ മനുഷ്യനാണ്. ഈ സ്വത്ത് കണ്ടാണ് വിവാഹം ചെയ്തു കൊടുത്തത്. അപ്പോൾ ആ സ്വത്ത് മുഴുവനും ഈ വല്യപ്പൻ അവരുടെ മകൾക്ക് വലിയൊരു സ്ത്രീധനം കൊടുത്തു. അപ്പോൾ ഈ മകൻ മരിച്ചു കഴിഞ്ഞ ശേഷം ഈ വല്യപ്പന് വയസ്സുന്ന കാലത്തെന്ന് പറയുന്നില്ല, 4 പെൺമക്കളും ഉണ്ടായിരുന്നു, ഒരു മകനും ഉണ്ടായിരുന്നുള്ളൂ. മകൻ പോയി കഴിഞ്ഞ് വല്യപ്പനൊരു മകൻ ജനിച്ചു. ഈ സ്വത്തുക്കൾ മുഴുവൻ എഴുതി ആ മകനും കൊടുത്തു. ഈ വിധവയായ സ്ത്രീക്ക് ഒന്നും കൊടുത്തില്ല, 1 സെൻറ്റ് സ്ഥലം പോലും കൊടുത്തില്ല. അപ്പോൾ ആ മകന് കൊടുത്തു. എന്നിട്ട് ആ മകനൊരു മകനുണ്ടായിരുന്നു. ആ മകന് 14 വയസ്സുള്ളപ്പോൾ എവിടെയോ പോയി, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 19 വയസ്സുമായ മരിച്ചോ ജീവിച്ചിരിക്കുമല്ലോ അറിയില്ല, പോയില്ലേ. വേറൊരാളുണ്ടായിരുന്നു, അവർക്കൊരു ആൺകൊച്ചുണ്ടായിരുന്നു. അത് ഈ കപ്പ വാട്ടിയ വെള്ളം വലിയ ചെമ്പിൻ്റെ അകത്തുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് വീണ് വെന്ത് മരിച്ചുപോയി. അങ്ങനെ ആ ഒരു കുടുംബം പറയും നമ്പൂരിയുടെ ശാപം കൊണ്ടാണ് പറയാം. ഈ സിസ്റ്റമിക് വീക്ക്നെസ് എന്ന് പറയുന്നത് നമുക്ക് രക്ഷപ്പെടാൻ ഒക്കുകയില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് ആ കുടുംബം അങ്ങ് നശിച്ചു പോയി. സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ സത്യസന്ധരായി അധ്വാനിച്ച് പണം ഉണ്ടാക്കേണ്ടതിന് പകരം വല്ലവരും ചതിച്ചും വഞ്ചിച്ചും പണം ഉണ്ടാക്കി നമ്മുടെ മക്കളെ സ്വത്തുകാരാക്കാമെന്ന് വിചാരിച്ചാൽ ദൈവം സമ്മതിക്കും? ദൈവം സമ്മതിക്കില്ല. അപ്പോൾ ചിലർക്ക് ദ്രവ്യാഗ്രഹമാണ് അവരുടെ സിസ്റ്റമിക് വീക്ക്നെസ്, ചിലർക്ക് ഞാൻ പറഞ്ഞ പോലെ ലൈംഗിക പാപമാണ്. നിങ്ങൾക്ക് എന്താണ് പൈതൃകമായി കിട്ടിയിരിക്കുന്നത്, അത് നന്മയോ തിന്മയോ എന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ചിലർക്ക് അഹങ്കാരമാണ്, അഹന്തയാണ്, ചിലർക്ക് നിരാശയാണ്. ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ ഉപദേശം കൊടുത്തു. അവനെ പുല്ല് തീറ്റിക്കുന്നൊക്കെ പറഞ്ഞു, രാജാവേ, നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക. അതിനാൽ പക്ഷേ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായിരിക്കും. പക്ഷെ അവനത് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ചെയ്തു പോയതായിരിക്കുന്ന തെറ്റുകൾക്ക് പകരമായി നീ നന്മ ചെയ്യുക. വാരിക്കൂട്ടിയതൊക്കെ കുറച്ച് വാരി ദരിദ്രന്മാർക്ക് കൊടുക്കുക. ചിലപ്പോൾ ദൈവം നിനക്ക് സുഖകാലം ദീർഘിപ്പിച്ചു തരുമായിരുന്നു, പക്ഷേ അവനത് ചെയ്തില്ല. അങ്ങനെ അസ്തമിച്ചു. റോമിൻ്റെ ചരിത്രം പഠിച്ചാൽ മദ്യപാനമായിരുന്നു അവരുടെ സിസ്റ്റമിക് വീക്ക്നെസ്. സീസറുടെ ഫാമിലി മുഴുവൻ നശിച്ചു പോയത് മദ്യപാനം കൊണ്ടാണ്. മദ്യപിച്ച് അവർ നശിച്ചുപോയി. അലക്സാണ്ടർ ചക്രവർത്തിയുടെയും ബലഹീനത ഏതായിരുന്നാണ് പറയുന്നത്. വളരെ ചെറിയ പ്രായത്തിലെ മദ്യപാനം കൊണ്ട് മരിച്ചുപോയി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഉണ്ട്. ചിലർക്ക് അമിതാഹാരമാണ്, അമിതാഹാരം കൊണ്ട് അവർ നശിച്ചു പോകും. പല രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ ഇതൊക്കെ വന്നു. അങ്ങനെ ഓരോന്ന്. അപ്പോൾ പണമോ ആഹാരമോ അഹങ്കാരമോ അലസതയോ ലൈംഗികതയോ നിരാശയോ ഇതൊന്നും നിങ്ങളെ നശിപ്പിക്കാതിരിക്കത്തക്ക വണ്ണം നിങ്ങളുടെ സിസ്റ്റമിക് വീക്ക്നെസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പഠിക്കണം. നിങ്ങളൊരു ക്യാരക്ടർ അനാലിസിസ്, നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഒരു വിശകലനം നിങ്ങൾ നടത്തണം. നിങ്ങളുടെ ടെമ്പറമെൻറ്റിൻ്റെ ജന്മപ്രകൃതിയുടെ ഒരു വിശകലനം നടത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ചിലതൊക്കെ വളരെ വ്യക്തമായി കാണാം, ചിലത് വ്യക്തമായി കാണുകയില്ല. അത് നിങ്ങളെ നശിപ്പിക്കാതിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചാണ് ഇത് പറയുന്നത്. മൂന്നാമത് ഞാൻ പറയുന്നത്, ചില സമയങ്ങളിൽ നമ്മുടെ ഭക്തി നമ്മെ നശിപ്പിക്കും. നമ്മുടെ സിസ്റ്റമിക് വീക്ക്നെസ് നമ്മുടെ ഭക്തിയാകും. ഇപ്പോൾ ദാനിയേൽ 5:4 ബെൽഷസ്സർ രാജാവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? അത് പറയുന്നത്, അവൻ വീഞ്ഞു കുടിച്ചു പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു എന്നാണ്. അപ്പോൾ അവൻ്റെ വീക്ക്നെസ് എന്തായിരുന്നു? ആരാധനയായിരുന്നു, വലിയ ഭക്തിയായിരുന്നു. ഏതെല്ലാം വിധത്തിലുള്ള ദേവന്മാരുണ്ടായിരുന്നു അതിനെല്ലാം അവൻ എന്ത് ചെയ്തു? ആരാധിച്ചു എന്നാണ്. ഒരാരാധന യോഗത്തിൽ വെച്ചാണ് ദൈവത്തിൻ്റെ കരം അവിടെ വന്നത്. പക്ഷേ ദൈവം സ്വീകരിക്കുന്ന ആരാധനയല്ലായിരുന്നു. ചില ആളുകൾക്ക് അതാണ് അവരുടെ ബലഹീനത, അവരുടെ ഭക്തിയാണ്. അവർ വലിയ ഭക്തന്മാരാണെന്ന് അവർ നടിക്കും. ബാബിലോണിനെ പറ്റി പറയുന്നത്, ബാബിലോൺ ഒരു മതഭക്തിയുള്ള രാജ്യമായിരുന്നു. നമുക്കറിയാമല്ലോ, ബാബേൽ ഗോപുരമൊക്കെ അറിയാമല്ലോ. എന്തായിരുന്നു ബാബേൽ ഗോപുരത്തിൻ്റെ പ്രത്യേകത? അവർ ദൈവത്തെ നമസ്കരിക്കാൻ വേണ്ടി ഒരു ഗോപുരം പണിതു. ദൈവമെന്ന് അവർ പറയുന്ന സൂര്യദേവനാണ്. അങ്ങനെ
അത് പണിത് വലിയ മതിൽ പണിതിൻ്റെ മേളിൽ പിന്നെ ഗോപുരങ്ങൾ പണിയും, ആകാശത്തോളം എത്തുന്ന സിഗാരറ്റ്സ് എന്ന് പറയും, അതിന് മേളിൽ എത്തിയിട്ട് അവിടെ ബലിപീഠം പണിയും. ആ ബലിപീഠത്തിൽ കയറി നിന്ന് സൂര്യദേവന് യാഗം കഴിക്കും. അപ്പോൾ അവരെ പറഞ്ഞത് അവരുടെ ഒരു പ്രശ്നമാണത്. നമുക്കൊരു സംസ്കാരം ഉണ്ടാക്കണം. ആ സംസ്കാരമെന്ന് പറഞ്ഞാൽ ആരാധന കേന്ദ്രീകരിച്ചുള്ള ഒരു സംസ്കാരമാകണം. പക്ഷെ അത് സൂര്യദേവനെയാണ് നാം നമസ്കരിക്കുന്നത്. അതാ ദൈവം പറഞ്ഞു, ഭക്തി നല്ലതാണെങ്കിലും ആ ഭക്തി ഞാൻ സ്വീകരിക്കുന്നു. അതടിച്ച് നിരപ്പാക്കി. അങ്ങനെ ബാബിലോൻ്റെ വലിയ മതഭക്തരായിരിക്കുന്ന ആളുകളായിരുന്നു. ഇനി അബ്രഹാമിനെ പറ്റി പറയുന്നത് എന്താണ്? അബ്രഹാം രക്ഷിക്കപ്പെട്ട് കർത്താവിനെ വിളിക്കുന്നതിന് മുമ്പ് യോശുവ പറഞ്ഞു അവൻ്റെ പുസ്തകത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞ അബ്രഹാം നദിക്കക്കരെ വിഗ്രഹങ്ങളെ ആരാധിച്ചു വന്നു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു. അബ്രഹാം ഒരു നല്ല സെയിൽസ്മാനായിരുന്നു. ഹോൾസെയിൽ മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡൽസ്. ഏതെല്ലാം ദേവന്മാരെ വേണോ അതിനെയൊക്കെ വിറ്റ് കാശാക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൊണ്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ഇതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. നെബൂഖദ്നേസർ ഒരു മഹാവിഗ്രഹാരാധിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താൻ വലിയൊരു ബിംബം ഉണ്ടാക്കി സകലരും അതിനു മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കണം എന്ന് കൽപ്പിച്ചു. പക്ഷേ ദാനിയേലും തൻ്റെ ഭക്തരായ സ്നേഹിതന്മാരും രാജാവിൻ്റെ വിഗ്രഹാരാധനയെ വെല്ലുവിളിച്ചവരാണ്. അതെ, ശദ്രക് മേശക് അബേദ്നെഗോ ഇവരാരും അതിനെ ആരാധിച്ചില്ല. പക്ഷേ ദൈവം ആ തീക്കുണ്ടത്തിൽ ഇറങ്ങി വന്ന് കർത്താവ് എന്നാ പറഞ്ഞല്ലോ, നാലാമതൊരാൾ ദൈവദൂതൻ്റെ മുഖം പോലെ ഇരിക്കുന്നു അവനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും നെബൂഖദ്നേസർ രാജാവിന് മാനസാന്തരം വന്നില്ല. അവൻ്റെ അഹങ്കാരം അവിടെ എങ്ങനെ പിടിച്ചിരുന്നു. ഇപ്പോഴിതാ അവർ അതിരുകവിഞ്ഞ ഭക്തി കാണിക്കുകയാണ്. യഹോവയുടെ വിശുദ്ധ ഉപകരണങ്ങളെ വിഗ്രഹാരാധനയ്ക്കായി ഉപയോഗിക്കുകയാണ്. നമ്മുടെ ഭക്തി നമുക്ക് ആപത്തായി തീരാൻ കേട്ടോ. എനിക്കങ്ങനെ ഭക്തി ആപത്തായി തീർന്നതിലെ ആളുകളെ അറിയാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ന്യായപ്രമാണക്കാരെന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും അവരെ പറ്റി അറിയാമെന്ന് എനിക്കറിയില്ല. ന്യായപ്രമാണക്കാർ, അപ്പോൾ അവർ ഭയങ്കര ഭക്തരാണ്. അവർ ദൈവാത്മാവ് അവരോട് സംസാരിക്കുന്നത്. നമുക്ക് പ്രവാചകന്മാരുണ്ട്. പ്രവാചകന്മാർ പറയുന്നതനുസരിച്ചാണ് ഇന്ന വീട്ടിൽ നമുക്ക് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോവും. ചിലപ്പോൾ 40 ദിവസമൊക്കെയാണ് അവിടെ ഉപസിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു പ്രവചനം ഉണ്ടാകും. മകനെ, നിൻ്റെ തൊഴുത്തിൽ നിൽക്കുന്ന പശുക്കളെ അറക്കുക, ദൈവദാസന്മാർക്ക് കൊടുക്കുക. അപ്പോൾ 4-5 പശുക്കളെ അവർ അറുത്ത് ഭയങ്കരമായ വിരുന്നുമൊക്കെ അങ്ങനെ കഴിച്ച് അങ്ങനെ മുടിഞ്ഞ ഒത്തിരി കുടുംബങ്ങളുണ്ട്. അങ്ങനെ പിന്നെ അവർ പോവും. അവസാനമായപ്പോൾ നാട്ടുകാർക്ക് സഹിക്കുക വയ്യാതെ അവരൊരാൾ മരിച്ചു. അവർ ഈ സ്വത്തുക്കളെല്ലാം വിട്ടുകളയുന്നവരുണ്ട്. അപ്പോൾ ശവസംസ്കാരം ചെയ്യാൻ അവരുടെ സെമിറ്ററി ഇല്ല. അവരാ ബോഡി എടുത്ത് റോഡിൽ കൊണ്ട് പെട്ടിക്കകത്ത് വെച്ചിട്ട് സ്ഥലം വിട്ടു എല്ലാവരും കൊണ്ട്. പിന്നെ നാട്ടുകാരതെടുത്ത് കൊണ്ട് കുഴിച്ചിട്ടു. ഏതായാലും നാട്ടുകാർ പോയി നല്ല ഒന്നാന്തരം ചൂരപടിയും കാശാവിൻ്റെ പടിയും കൊണ്ട് പോയിട്ട് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് ഇവരെ തല്ലിയെന്നാണ് പറയുന്നത്. തല്ലി 3-4 കിലോമീറ്റർ ദൂരം ഓടിച്ചിട്ട് അടിച്ച് ശരിയാക്കി. അപ്പോൾ അത് കർത്താവിന് വേണ്ടിയാണെന്ന് അവർ പറഞ്ഞു. ഞാൻ പറയും അവരുടെ ബലഹീനതയാണത്. അവരുടെ ഭക്തി അവരുടെ ബലഹീനതയായിട്ട് തീർന്നു. ഏതായാലും പിന്നെ അവരൊക്കെ രക്ഷിക്കപ്പെട്ട് അവരെന്നതൊക്കെ വേർതിരിഞ്ഞെന്നു. അവരെ ന്യായപ്രമാണത്താണ് രക്ഷയെന്ന് പറഞ്ഞ് അവസാനം വരെ കൊണ്ട് പ്രസംഗിച്ച് പറഞ്ഞ് ഭർത്താക്കന്മാർ ഭാര്യമാരുമായി ബന്ധപ്പെടാൻ പാടില്ല, സ്വഭാവമാണെന്ന് പറഞ്ഞു. അത്രയായപ്പോൾ ഇവർ പറഞ്ഞു അതല്പം കടന്നുപോയെന്ന് പറഞ്ഞു. വിവാഹം എല്ലാവർക്കും മാന്യമാണ്, കിടക്ക നിർമ്മലവുമായിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു അവരിൽ ഭക്തരാണ്, ഭയങ്കര ഭക്തരാണ്. നമ്മൾക്കൊന്നും അത്രയും 30 ദിവസം 20 ദിവസം ഉപസിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. കുടുംബമായിട്ട് സ്വത്തുക്കൾ എഴുതി കൊടുക്കുക, മുഴുവൻ സ്വത്തുക്കളും നമ്മളെക്കൊണ്ട് സാധിക്കുമോ? അതിനൊക്കെ ഭക്തി വല്ലതും നമുക്കുണ്ടോ? ഇല്ല. പക്ഷെ ഭക്തി ചില സമയത്ത് വലിയൊരാപത്തായിട്ട് തീരാനായിട്ട് സാധിക്കും. സ്വർഗ്ഗവിരുന്നിലൊക്കെ പോയതായിരിക്കുന്ന ആളുകളൊക്കെ എന്തോ ഒരു സ്ത്രീകളാണ് ഇവിടെ മാലയും പറിച്ച് അതും വളയും ഊരി അതിൻ്റെ അകത്തിട്ട് വേറെ ചിലത് കൊണ്ട് വിറ്റ് കാശുണ്ടാക്കുന്നത്. ഭക്തിയിലാണ് ഇത് കൊടുക്കുന്നതേ, ഭക്തിയിലാണ് ഇത് കൊടുക്കുന്നത്. ആ ഭക്തിയൊക്കെ അവർക്ക് ആപത്തായിട്ടാണ് തീരുന്നത്. അപ്പം നമ്മുടെ ഭക്തി ചില സമയത്ത് നമുക്ക് വലിയ ആപത്ത് വരും. നമ്മുടെ പ്രാർത്ഥന പോലും നമുക്ക് ആപത്തായി തീരും. പ്രവചനങ്ങൾ വായിക്കുമ്പോഴറിയുണ്ട് അവരുടെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കുകയില്ല, അതവർക്ക് ദോഷമായിട്ട് തീരും. ചിലപ്പോൾ ഭോഗേച്ഛകൾ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കും. പ്രാർത്ഥനയാണല്ലോ, വല്ലാതെ ഉപസിച്ച് പ്രാർത്ഥിക്കും. ചില മരിച്ചവരെ ഉയർപ്പിക്കാനായിട്ട് ഒരു ശവത്തിൻ്റെ ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കും. വളരെ ഭക്തരാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പരിചയമുള്ള ഒരാൾ മരിച്ചപ്പോൾ ഞങ്ങളെ കാണാനായിട്ട് പോയി. കാരണം നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആളിൻ്റെ ബന്ധത്തിൽപ്പെട്ട ആളായിരുന്നു ഈ മരിച്ചത്. അവരിതുപോലൊരു ഗ്രൂപ്പിലാണ്, അവരായിരുന്നു ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മരിച്ച ആൾ ഉയർക്കുന്നൊരു പ്രവചനം ഉണ്ടായി.
അപ്പോൾ പ്രാർത്ഥിച്ച് 24 മണിക്കൂർ കഴിഞ്ഞ് ശവം ചെറിയ നാറാൻ തുടങ്ങിയപ്പോൾ ആളുകൾ നാട്ടുകാർ എഴുന്നേറ്റ് കൂടി. അല്ല, ഉയർക്കും എന്ന് പറഞ്ഞു. പിന്നെ ബലമായിട്ട് കൊണ്ടുപോയി ആളുകൾ കൊണ്ടുപോയി അടക്കി. നമ്മുടെ ഭക്തിയുടെ സമയത്ത് ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്നാൽ അവർ പറയുന്നത്, അത് വിശ്വാസമാണെന്നാണ് പറയുന്നത്. വിശ്വാസമാണെന്നോ? നമ്മുടെ ഭക്തിയുടെ സമയത്ത് നമുക്ക് ആപത്താകാം. പിന്നെ കള്ളഭക്തി എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ. ഇവരുടെയൊക്കെ കള്ളഭക്തിയാന്ന് ഞാൻ പറയില്ല, തെറ്റായ ഭക്തിയാന്ന് പറയും. ഫോൾസ് പൈറ്റിയാണ്, ഫേക്ക് പൈറ്റിയല്ല, ഫോൾസ് പൈറ്റിയാണ്. ദൈവവചനത്തോട് യോജിക്കാത്ത ഭക്തിയാണ്, വചനത്തിൻ്റെ ഉപദേശത്തോട് യോജിക്കാത്തതാണ്, പ്രായോഗിക ബുദ്ധി ഇല്ലാത്തതായിരിക്കുന്ന ഭക്തിയാണ്. യഥാർത്ഥ ഭക്തിക്ക് എപ്പോഴും പ്രായോഗികതയുണ്ട്. അത് വെറും തിയോറിറ്റിക്ക് മാത്രമല്ല, അത് പ്രാക്ടിക്കലാണ്. അപ്പോൾ നമ്മുടെ ബലഹീനത എന്ന് പറയുന്നത് ചില സമയത്ത് അതാണ്. ഇപ്പോൾ ഭക്തന്മാരായ പലർക്കും പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരാണ്, ദൈവം ചോദിച്ച് തരുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ദൈവം തരുന്നത് വരെ അവരങ്ങ് പ്രാർത്ഥിക്കും, പക്ഷേ ദൈവം കൊടുക്കുകയില്ല. അവസാനം അവർ വളരെ നിരാശിതരായിട്ട് എഴുന്നേറ്റ് ചിലർ ആത്മഹത്യ ചെയ്യും, ചിലർ ദൈവത്തെ തള്ളിക്കളയും, ഇനിയും ദൈവവിശ്വാസം വേണ്ടെന്ന് വെക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ തെറ്റായ ഭക്തിയാണ്. ദൈവം അങ്ങനെയുള്ള വാഗ്ദത്തങ്ങളൊന്നും തന്നിട്ടില്ല. നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് ചോദിച്ചാലും തരാമെന്ന്. എന്ത് ചോദിച്ചാൽ അവൻ്റെ ഇഷ്ടപ്രകാരം എന്ത് ചോദിച്ചാലും തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞത് നമ്മളൊക്കെ ഇപ്പം മെഴ്സീഡീസ് കാറും ഒക്കെ ഇതിൽ ഓടിച്ച് നടക്കില്ലേ? എന്തിനാ? വല്ല ബെന്റിലിയോ റോൾസ് റോയ്സോ ചോദിക്കുന്നത്? അതിൽ കുറഞ്ഞ എന്തിനാ ചോദിക്കുന്നത്? അങ്ങനെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ല. അപ്പം ചോദിച്ചാൽ എന്താ പറഞ്ഞത്? മീൻ ചോദിച്ചാൽ, മുട്ട ചോദിച്ചാൽ, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്? അല്ല കാർ ചോദിച്ചാൽ, വീട് ചോദിച്ചാൽ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വ്യാജഭക്തിയിൽ പല ആളുകളും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതെ, ആത്മനിറവ് ഉദാഹരണമായിട്ട് അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ അതൊക്കെ വളരെ ആപൽക്കരമായിരിക്കുന്ന കാര്യങ്ങളാണ്. ചില സമയത്ത് നമ്മുടെ ഭക്തി, ചില ആളുകൾ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബ്രദർ പ്രാർത്ഥിക്കും ബ്രദറെ, പ്രാർത്ഥിക്കും ബ്രദറെ. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, പ്രാർത്ഥനയെ വിശ്വസിക്കുന്നയാളാണ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നെനിക്കറിയാം. പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ ഉള്ള പ്രാർത്ഥന എനിക്കില്ല. നിങ്ങൾ പറയുന്ന പോലുള്ള പ്രാർത്ഥനയില്ല. എൻ്റെ പ്രാർത്ഥന കോമൺ സെൻസുള്ള പ്രാർത്ഥനയാണ്, സെൻസ് നഷ്ടപ്പെട്ട പ്രാർത്ഥനയല്ല. അങ്ങനെയുള്ള പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തെ നിർബന്ധിച്ച് അല്ലെ വിശ്വാസത്തിന് തോക്കെടുത്ത് ദൈവത്തെ വെടിവെച്ച് കാര്യം സാധിക്കാൻ ഒക്കുമോ? ചില ആളുകൾ അങ്ങനെയാണ്. വിശ്വാസത്തിന് തോക്കുമായിട്ട് 10 പേര് വരും, അങ്ങോട്ട് കൊണ്ടിട്ട് പടപ്പെട്ട ദൈവത്തെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ച്, ചില വാക്യമൊക്കെ ഉണ്ട്, അവൻ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ അടങ്ങരുതെന്നൊക്കെ വാക്യമുണ്ട്. ഇപ്പം മനസ്സിലാക്കേണ്ട നിലയിൽ മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ്. ഞങ്ങളൊരു 6 മാസം പെന്തക്കോസ്തിൽ നിന്നാണ് IPCയിൽ. അപ്പോൾ അക്കാലത്ത് ഞാൻ ഈ വിശ്വാസത്തിൻ്റെ ഭക്തിയുടെയും ബലഹീനത, അതിൻ്റെ തെറ്റായ വശം ഞാൻ നന്നായി കണ്ടവനാണ്. എൻ്റെ അപ്പച്ചൻ ആത്മാർത്ഥമായി വിശ്വസിച്ചു, പരിശുദ്ധാത്മാഭിഷേകം കിട്ടി, അന്യഭാഷ പറയണമെന്ന്. കുറേ ദിവസം, എത്ര ദിവസമെന്ന് ഓർക്കുന്നില്ല, 10 ദിവസമോ 15 ദിവസമോ കണ്ടപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അന്നത്തെ കാലത്ത് അറിയപ്പെട്ട എല്ലാ പ്രവാചകന്മാരെയും പ്രവാചകിമാരെയും കൊണ്ടുവന്നു അപ്പച്ചൻ്റെ തയ്യെ കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത്, പിടിച്ച് കുലുക്കുകയൊക്കെ ചെയ്തവർ. യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മ ഭയങ്കര പ്രസംഗക്കാരിയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അവസാനം ഒരു പ്രവാചകി വന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവ് അബ്രാം സാറിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് വരുന്നുണ്ട്, വഴിയിലൊരു ഭൂതം ഇരിപ്പുണ്ട്, ആ ഭൂതത്തെ ഒഴിവാക്കാത്രത്തോളം കാലം ആത്മാവ് കിട്ടിയില്ല. ആ ഭൂതം എൻ്റെ അമ്മയാണ്. അപ്പച്ചനെഴുന്നേറ്റ് പോരുകയും ചെയ്തു. പെന്തക്കോസ്തിന്ന് ഭാര്യയെ ഒഴിവാക്കിയിട്ട് പരിശുദ്ധാത്മാവിനെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവരുടെ ഭക്തിയുടെ ഒരു മെഷറാണ്. ഒരിക്കലും മനുഷ്യൻ അങ്ങനെ ആത്മാവ് നിറഞ്ഞവനായിട്ട് എഴുന്നേറ്റ് നിന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്കിത് പോകുന്നത്, ഞാൻ പെന്തക്കോസ്തിൽ പോകുന്നത് ഇഷ്ടമാണ് അവിടെ ഇത് കാണാൻ. അന്ന് 10-12 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒരു ദിനം കൂടെ എഴുന്നേറ്റ് നിന്ന് നൃത്തം അങ്ങ് ചവിട്ടി മുണ്ട് കഴിഞ്ഞെങ്കിൽ താഴെ വീണു. ദൈവകൃപയാൽ അണ്ടർക്ലോത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് വേറെ അബദ്ധമൊന്നും പറ്റിയില്ല. എങ്കിലും താഴെ വീണ് കഴിഞ്ഞും ഇവനങ്ങും ആണ്. പിന്നെ പാസ്റ്ററും എല്ലാം കൂടെ വന്ന് മുണ്ടെടുത്ത് അവിടെ വെച്ച് ചുറ്റി ഉടുപ്പിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതാണ് ആത്മാവിൻ്റെ പ്രവർത്തനമെങ്കിൽ തുണിക്കടക്കാരൊക്കെ കടപൂട്ടി പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഭക്തിക്ക് ഇങ്ങനെയുള്ള ചിലതുണ്ട്. നമ്മുടെ ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ വിശദീകരിച്ച് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവർ നല്ലതാണ്, നല്ല ബുദ്ധിമാന്മാരാണ്, ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ അവർ റാഷണലിസ്റ്റാണ്. അവരുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ യുക്തിയാണ്. യുക്തിക്ക് തീർക്കാത്തത് യുക്തി കൊണ്ട് നിങ്ങൾ വിശദീകരിച്ചതാ. എക്സ്പ്ലെയിൻ ഇറ്റ് റാഷണലി, ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. വിശ്വാസത്താൽ ഒന്നും അംഗീകരിക്കുകയില്ല. ബുദ്ധിയുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ബലഹീനതയാണ്. ലൈംഗിക ബലഹീനതയുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇന്ത്യ മാത്രമല്ല, ലോക പ്രശസ്തമായ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നല്ലോ,
അദ്ദേഹം ഇതുപോലെ ലൈംഗിക ബോധത്തിലാണ് ഇന്നത്തെ കാലത്ത് പിടിക്കപ്പെട്ട്. എന്ത് കഷ്ടമാണ്. അപ്പോൾ ഭക്തി, എവിടെയൊക്കെ ഭക്തി എന്ന് പറയാൻ വ്യാജഭക്തിയാണ്. അതവരുടെ സിസ്റ്റമിക് ബലഹീനതയായിരുന്നു. അക്കാര്യം അവർ മനസ്സിലാക്കിയില്ല. അതിനെ അവർ നീതീകരിച്ചതേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ നീതീകരണം അവരതിന് കൊണ്ടുവരും. ഒരിക്കലും അരുത്. നാലാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കുക എന്ന് പറയുന്നത് ചില ആളുകളുടെ സിസ്റ്റമിക് വീക്ക്നെസ്സാണ്. ഇപ്പം നാളെ ഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഓ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നതെന്ന് പറയും. ഈ മല ഇടിഞ്ഞ് വരുമെന്ന് പറഞ്ഞാൽ, ഓ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നതെന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡ് ഒരു മാരകമായ വ്യാധിയാണ്, നിങ്ങൾ പിന്നെ ഇതിൻ്റെ പ്രീക്കോഷൻ എടുക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുമെന്ന് പറയും. അങ്ങനെ ഒരു അവഗണന മനോഭാവമുള്ള ആളുകളുണ്ട്. എന്തിനും ഒരു അവഗണന മനോഭാവം. അതൊന്നും സാരമുള്ള കാര്യമില്ല, അതൊന്നും സാരമില്ല. അപ്പോൾ അത് വലിയ അപകടമാണ്. അങ്ങനെ അവഗണന മനോഭാവമുള്ള ആളുകൾ നമുക്ക് ദൈവത്തിൽ കാണാനായിട്ട് സാധിക്കും, ദൈവമക്കളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ പത്രോസിനെ അറിയാമല്ലോ. ഉദാഹരണമായിട്ട്, നീ എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവിനോട് പറഞ്ഞതല്ലേ. പത്രോസേ, കോഴി 3 വട്ടം കൂവും മുമ്പ് നീ 2 വട്ടം കൂവുമ്പോൾ നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. അയ്യോ കർത്താവേ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എന്നെ സഹായിക്കണേ. അങ്ങനെയായിരുന്നോ പ്രതികരണം? അങ്ങനെ ആയിരുന്നില്ല പ്രതികരണം. അതല്ലേ പ്രതികരണം. കർത്താവിനെ പോലെ ഒരാൾ പറയുകയാണ്, നീ എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ പാതുക്കെ വീണ്, കർത്താവേ അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ എന്നെ സഹായിക്കും, എന്നെ രക്ഷിക്കണേ കർത്താവ് എന്നല്ലേ പറഞ്ഞത്. പത്രോസ് എന്താ പറഞ്ഞത്? ആര് തള്ളിപ്പറഞ്ഞാലും, ഏതവൻ തള്ളിപ്പറഞ്ഞാലും ഈ ഞാൻ തള്ളിപ്പറയുന്ന പ്രശ്നമില്ല, മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. മുന്നറിയിപ്പുകളെയും വാണികളെയും അവൻ കേട്ടില്ല. പത്രോസിൻ്റെ ബലഹീനതയിന്മേലാണ് കർത്താവ് ചൂണ്ടിക്കാണിച്ചത്. നിനക്ക് ഇങ്ങനൊരു ബലഹീനതയുണ്ട്. സമ്മർദ്ദത്തിൽ നീ തൂകിപ്പോകുന്നവനാണ്, ഭയത്തിൽ നീ വീണുപോകുന്നവനാണ്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം, സൂക്ഷിച്ചില്ല. അതുകൊണ്ട് പത്രോസ് വീണുപോയി, കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ മുൻപിൽ അവനെ ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ പഴയ ജോലിയിലേക്കും വീണ്ടും പോയി, പിന്മാറ്റത്തിലേക്ക് പോയി. കൂടെ സഹപ്രവർത്തകരെയും വഴി തെറ്റിച്ച് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, ഞങ്ങളും വരുമെന്ന് പറഞ്ഞ് പോയി. അങ്ങനെ പത്രോസ് എന്തെല്ലാം തെറ്റുകൾ ചെയ്തു. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ നമ്മൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ്. ചില വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ചില ദൈവദാസന്മാരെ കുറിച്ചൊക്കെ അവിടെ വായിച്ചിട്ടുണ്ട്. ദാവീദിനെ കുറിച്ചാ വേറെ കുറിച്ചാ നമ്മൾ പറയും, അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കുകയില്ല. ഞാനെൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, നിങ്ങളോട് പറയുന്നത് എൻ്റെ ആവശ്യം പറയാണ്. കർത്താവെ, സഭയ്ക്കോ എൻ്റെ കുടുംബത്തിനോ ദൈവനാമത്തിനോ അപമാനം വരുത്തുന്നൊരു പാപം ഞാൻ ചെയ്യുമെന്ന് അറിഞ്ഞാൽ ആ പാപം ചെയ്യുന്നതിന് 3 മാസം മുമ്പ് നീ എന്നെ സ്വർഗത്തിലേക്ക് എടുത്തോളാം എന്നും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ദൈവനാമത്തിന് അപമാനം വരുന്നൊരു പാപം ഞാൻ ചെയ്യുമെന്ന് നീ അറിയുന്നുവെങ്കിൽ ആ പാപം ഞാൻ ചെയ്യുന്നതിന് 3 മാസമെങ്കിലും മുൻപേ നീ എന്നെ നിൻ്റെ അടുക്കിലേക്ക് ചേർത്തോളണം. പാപം ചെയ്ത് ഈ ലോകത്തൊരു ദിവസം പോലും ഇരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല, എന്നെ അനുവദിക്കുകയുമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് അനേക ദൈവദാസന്മാർ വീണവരിടമല്ലേ വിടോ. എനിക്കതിനാഗ്രഹമില്ല. വീണ് പോകാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ അതിനാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. സാധാരണക്കാർ പ്രാർത്ഥിക്കുന്ന, ദൈവമേ ഞാൻ പാപം ചെയ്താലും എന്നെ ശിക്ഷിക്കരുത്, എന്നോട് ക്ഷമിക്കണമെന്ന്. ആ പ്രാർത്ഥന ദൈവം കേട്ടപ്പോൾ വിശ്വസിച്ച് പാപങ്ങൾ ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പണ്ട് റേഡിയോ പ്രഭാഷകനായ ഒരാൾ പറഞ്ഞിരുന്നു, മോഷ്ടിക്കരുത് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളും അല്പസ്വല്പം മോഷ്ടിക്കുന്നു. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും അല്പസ്വല്പം വ്യഭിചാരം ചെയ്യുന്നു. പറഞ്ഞതാണ് അദ്ദേഹം. ഞങ്ങളും അല്പസ്വല്പം. കാരണം നാം മനുഷ്യരാണ്, ദൈവത്തിനങ്ങനെ കൽപ്പിക്കാൻ കഴിയും, നമുക്കതൊക്കെ ചെയ്യാതിരിക്കാൻ കഴിയുമോ? വീണുപോവില്ലേ? ബലഹീനരല്ലേ? ഇല്ല. നിങ്ങൾ ബലഹീനരാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ബലഹീനത നിങ്ങളെ ബാധിക്കരുത് എന്ന് പാപത്തോട് എതിർക്കുന്നതിൽ എവിടെ വരെ എതിർത്ത് നിൽക്കണമെന്നാ പോരാടുന്നതിൽ? പ്രാണത്യാഗത്തുള്ളൂ. അതാ പറയുന്നത്, നിൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ ടു ഡൈ, ടു സിൻ ഓർ ടു ഡൈ, യു ഷുഡ് ചൂസ് ഡെത്ത്. പാപമോ മരണമോ? മരണം ഞാൻ തിരഞ്ഞെടുക്കുന്ന കർത്താവേ, പാപം ഒക്കില്ല എന്ന് പറയുന്നവരായിരിക്കണം. അത് ഏത് വിധത്തിലുള്ള പാപമായാലും, ഞാൻ പറഞ്ഞത് ദൈവജനത്തിന് അപമാനം വരുത്തുന്ന, ദൈവനാമത്തിന് അപമാനം വരുത്തുന്ന, സുവിശേഷത്തിന് അപമാനം വരുത്തുന്ന, എൻ്റെ കുടുംബത്തിന് അപമാനം വരുത്തുന്ന, സഭയ്ക്ക് അപമാനം വരുത്തുന്ന ഒരു പാപം, അത് സാമ്പത്തികമാകാം, അത് ലൈംഗികമാകാം, അത് അഹങ്കാരമാകാം, അത് ഏത് തരത്തിലുള്ളതുമാകാം. അങ്ങനെ ഒരു പാപം എന്നിൽ നിന്ന് വരാനായിട്ട് നീ അനുവദിക്കരുത്. അങ്ങനെയെങ്കിൽ നീ എന്നെ നേരത്തെ തന്നെ എടുത്തോണം. 3 മാസം മുമ്പ് നീ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ലാഞ്ചന പോലും ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എടുത്തോണം. പാപം ചെയ്തിട്ട് ഈ ലോകത്ത് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം. എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന എന്നെ ചെറുപ്പത്തിൽ വളരെ ഭയപ്പെടുന്നു. അപ്പച്ചൻ അവിടെ കിടന്ന് ഉറക്കെ പ്രാർത്ഥിക്കും, കർത്താവേ, മക്കളില്ലാതെ മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യുന്ന മക്കളുള്ളവനായിട്ടിരിക്കാൻ അത് അനുവദിക്കരുത് എന്ന്.
ഞാൻ പറയും, എന്നാ അപ്പം ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ചത്തിട്ട് വേണം. അങ്ങനെ പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ കൂടെ ഞാനത് കിടന്നോളാം കിടക്കുന്നത്. പിന്നെ 1 മണിക്കാണ് പ്രാർത്ഥിക്കുകയും ഞാനത് ഉണർന്ന് കിടക്കും. മക്കളില്ലാത്തവനായി മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യുന്ന മക്കളുള്ളവനായിട്ട് മരിക്കുവാൻ എന്നെ അനുവദിക്കരുത്. പിന്നെ എനിക്ക് പാപം ചെയ്യാൻ നോക്കുമോ? കാരണം എന്നെ കൊന്നുകൊള്ളി. പക്ഷെ നമ്മൾ ചില പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ മക്കളൊക്കെ അത് കേൾക്കണം. നമ്മൾ പറയും, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുതേ, ഞങ്ങൾ തെറ്റ് ചെയ്താലും അവരെ ശിക്ഷിക്കരുതേ. പ്രൊട്ടക്റ്റീവ് പ്രയർ. ഞങ്ങളുടെ തെറ്റുകളെയും പാവങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ സന്ദർശിക്കരുത്. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, അപ്പൻ്റെ പാവം 3-4 തലമുറ വരെ സന്ദർശിക്കും. നമ്മൾ ദൈവത്തോട് എന്താ പറയുന്നത്? നിന്റെ പ്രമാണം ഒന്ന് മാറ്റി വെക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ മറ്റൊരു പറയരുതോ, നിന്നെ മാനിക്കുന്നവരെ 1000 തലമുറ മാനിക്കും, അങ്ങനെ എൻ്റെ മക്കളെ മാനിക്കരുത്. അപ്പം നമ്മുടെ ഈ സിസ്റ്റമിക് ബലഹീനത, അതേക്കുറിച്ച് നാം വളരെ വളരെ ബോധവാന്മാരായിരിക്കണം. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ എന്ത് ചെയ്യണം? വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. നമ്മളൊക്കെ നിൽക്കുന്നവരാണ്, വീഴാതിരിക്കാൻ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നാം വീണു പോകും. അതേത് സമയത്ത് വീണു പോകും. നിൽക്കുന്നവർക്കായി വീഴ്ചയുണ്ടത്, വീട് കിടക്കുന്നവരെന്നെ വീഴ്ച. ശക്തന്മാരെന്ന് വിചാരിക്കുന്നവരാണ്, ഞാൻ വീഴുകല്ലെന്ന് വിചാരിക്കുന്നവരാണ്, അവരാണ് വീഴുന്നത്. അതുകൊണ്ട് വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെന്നാണ്. അതിൻ്റെ ഭാഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹേരോദാവ് അത് അവഗണിച്ചു ഇല്ലേ? ജനങ്ങളെന്ത് പറഞ്ഞു? ഇത് ദൈവത്തിൻ്റെ ഒരു ദൈവദൂതൻ്റെ ശബ്ദമെന്ന് പറഞ്ഞു. ഹേരോദ് മിണ്ടായിരിക്കും, സൈലൻസ്, ഇതും ഞാൻ വെറും ഒരു മനുഷ്യനാണെന്ന് പറയേണ്ടതാണ്. അവൻ അഹങ്കരിച്ചു, ദൈവം ഒരടി കൊടുത്തു, ക്രമിച്ച് ചത്തു. ഹേരോദാവിൻ്റെ സിസ്റ്റമിക് വീക്ക്നെസ് അവൻ്റെ നീളമായിരുന്നു, അവൻ്റെ അഹങ്കാരമായിരുന്നു. ചില ആളുകൾക്ക് മറ്റുള്ളവർ പുകഴ്ത്തുമ്പോൾ ഒന്ന് മേപ്പെട്ടൊന്ന് പൊങ്ങുന്ന ഒരു ഇതുണ്ട്. ചില 5 ടണ്ണിൻ്റെ 10 ടണ്ണിൻ്റെ ജാക്കി വെച്ച് ചില ട്രക്കൊക്കെ പൊക്കുന്നത് പോലെ ആയതാ. 20 ടണ്ണ് തടിയൊക്കെ വെച്ചിട്ട് പോകുന്നത് ട്രക്കിൻ്റെ ടയർ പഞ്ചറാകുമ്പോൾ വലിയ ജാക്കി കൊണ്ടുവന്നവന്മാർ വെച്ച് പൊക്കും. അതുപോലെയാണ് ചില മനുഷ്യരെ ഇങ്ങനെ പൊക്കും. ചില മനുഷ്യർ ജാക്കി വെച്ച് പൊക്കി അങ്ങ് പൊങ്ങും. എന്നിട്ട് അവർ പറയും, ഇനി വലിച്ചോളാൻ പറയും. ജാക്കി പെട്ടെന്ന് ഷൂന്ന് ഹോട്ടോ എന്ന് പറയടി, അതോട് തീരും. അതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഓരോ ന്യൂസ്. അവൻ പോയി. അവർ പോയി. സാത്താൻ പുറകെ നടക്കുകയല്ല ജാക്കിയും കൊണ്ട്. സാത്താൻ്റെ ജാക്കി വെച്ച് നമ്മളെ പൊക്കിയിട്ടേ താഴെ വീഴിക്കാനായിട്ട്. അപ്പം നാം എന്ത് സൂക്ഷ്മതയോടെ നടക്കണം, വളരെ ആവശ്യമാണ്. 5ാമത് ഞാൻ ചൂണ്ടിക്കാണിക്കുക നമ്മുടെ സിസ്റ്റമിക് വീക്ക്നെസ്സിലുള്ള ഒരു കാര്യം അമിത വിശ്വാസം എന്ന് പറഞ്ഞാണ്. ഓവർ കോൺഫിഡൻസ് എന്ന് പറയും, അമിത വിശ്വാസം. ഈ ബെൽഷസ്സറിൻ്റെ കഥയെ ആധാരമാക്കിയാണ് ഞാനീ പറയുന്നത്. ബെൽഷസ്സറിന് അമിത വിശ്വാസം ഉണ്ടായി. നെബൂഖദ്നേസർ എന്താ പറയുന്നറിയാമോ? ദൈവം വിചാരിച്ചാലും ഇടിച്ചു കളയാൻ കഴിയാത്ത ഒരു സാമ്രാജ്യമായിട്ടാണ് ബാബേൽ സാമ്രാജ്യം. അത് ഈ ബാബേൽ എന്ന് പറഞ്ഞ പട്ടണം പടുന്നത് അങ്ങനെയാണ്. ദൈവം വിചാരിച്ചാലും ഇത് ഇടിക്കാനായിട്ട് കഴിയില്ല. എരിഹോ അങ്ങനെ പടുതിരുന്നത്. ദൈവം വിചാരിച്ചാൽ ഇടിക്കില്ലെന്നവർ വിചാരിച്ചു. ധനവാനായ മനുഷ്യൻ എന്താ പറയുന്നത്? നിനക്ക് ഏറിയ കാലത്തേക്കുണ്ട്, ഇനിയും നീ വിശ്രമിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നിനക്കിനിയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിൻ്റെ കളപ്പുരകളെല്ലാം നിറഞ്ഞു, ഇനി നിനക്ക് എന്ത് പേടിക്കാനാ? ചിലപ്പോൾ പറയും, നമുക്ക് ബാങ്കിൽ ഇഷ്ടംപോലെ മണമുണ്ട്, മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ട്, വിദേശത്തൊക്കെ ജോലിയാണ്, നമുക്കിനി എന്നെ പേടിക്കാൻ. എന്നോടൊരിക്കൽ എൻ്റെ ഒരു കൂടെ പഠിച്ച ഒരു ദൈവങ്ങനാണ്, ശിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, കർത്താവിൻ്റെ പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ടൊക്കില്ല, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, അടുത്ത വർഷത്തേക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്ന് ഒരു പക്ഷേ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞേക്കും. ആ പറഞ്ഞത് 5 വർഷത്തേക്കുള്ളതെല്ലാം എൻ്റെ ഫ്രീസറിലുണ്ട്. വലിയൊരു കാളയെ വെട്ടി വെച്ചിട്ടുണ്ട്, ആടിനെ വെട്ടി വെച്ചിട്ട് 4 പോർക്കിനെ വെട്ടി വെച്ചിട്ടുണ്ട്, 100 കോഴിയെ വെട്ടി വെച്ചിട്ടുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്, ഇനി ഇതെടുത്ത് തിന്നാൽ മതി. 4 ദിവസത്തേക്ക് കറണ്ട് അങ്ങ് പോയി, നാറിയിട്ടാണ് വീട്ടിലിരിക്കാൻ പോയി. ഓവർ കോൺഫിഡൻസ് ഈസ് ഗ്രേറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ തമാശ എന്ന് തോന്നുന്നു. ഞാനും ഗ്രേസും കൂടെ പാലായിന്ന് വരുമ്പോഴേ വഴി രാത്രി ഇരുട്ടത്താണ്. വീട്ടിലേക്ക് കയറും താഴെ റോഡിലന്ന് ഞങ്ങൾ വണ്ടി വരുന്ന വഴിയൊന്നുമില്ല, ചെറിയൊരു വഴിയേ ഉള്ളത്. താഴെയൊന്നും മേപ്പെട്ടില്ല, മേളിൽ തോടുണ്ട്, ആ തോടിൽ നിന്ന് അക്കരെ കയറണം. അപ്പോൾ തോടിന് ഇങ്ങനെ കൂടെ ഒരു ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. ആ ചപ്പാത്തി രാത്രി മിസ് ചെയ്താൽ ഭയങ്കര കുഴിയിലേക്കാണ് വീഴുന്നത്. അപ്പോൾ ഗ്രേസ് പറഞ്ഞു, അത് വിളക്കും വെട്ടുമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, ഞാനിവിടെ ജനിച്ച് വളർന്ന ആളല്ലേ, എനിക്ക് ഇവിടുത്തെ ഓരോ മണൽ തരികളും കാണാതെ അറിയാമെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ പുറകെ പിടിച്ചോളാൻ പറഞ്ഞു. മൂത്ത മോൻ എൻ്റെ പുറകിൽ, അതിനടുത്ത ആൾ ഗ്രേസ് ഏറ്റവും പുറകിൽ, അങ്ങനെ തോളെ പിടിച്ചിട്ടുണ്ട്. ഇളയ മോൻ നെയ്തനെ ഞാൻ എടുത്തിട്ടുമുണ്ട്. ഞാൻ എൻ്റെ പുറകെ അവർ വരിക. വന്നിട്ട് ഈ തോട് ക്രോസ് ചെയ്യുമ്പോൾ ഈ ചപ്പാത്ത് തെറ്റി ഞാൻ ഈ കുഴിയിലോട്ട് കാലെടുത്ത് വെക്കുക. അയ്യോ ചമ്മീഴെന്ന് പറഞ്ഞു. അവരെല്ലാം അവിടെ നിന്നു റോഡിൽ. ഞാനും മോനും കൂടെ തോടിൻ്റെ അകത്ത് കിടക്കുന്നത്. എൻ്റെ കാലൊരു വേരായിരുന്നോ കല്ലായിരുന്നോ എന്നിട്ട് അടുക്കി, എന്നിട്ട് ഞാൻ അങ്ങോട്ടൊക്കെ മറിഞ്ഞു. മോനൊന്നും പറ്റിയില്ല കയ്യിൽ.
6 മാസം എടുത്ത് ഞാൻ നടക്കാൻ. എൻ്റെ അഹങ്കാരം ദൈവം തന്ന ശിക്ഷയാണ്. ഓവർ കോൺഫിഡൻസ്. എനിക്ക് ഈ സ്ഥലം കാണാതറിയും, ഓരോ മണൽത്തരി അറിയാം. ഓരോ മണൽത്തറിയല്ല നിനക്കൊരു കുന്തോ അറിയില്ല എന്ന് ദൈവം പറഞ്ഞു. ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രേസും പിള്ളേർ ഇപ്പോഴും പറയും ഡാഡിയുടെ ഓവർ കോൺഫിഡൻസ്. അന്ന് ദൈവം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു, അത്ര ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട. കർത്താവെ, ഇരുട്ടാണ്, വഴി ശരി തിട്ടമില്ല. ഇവിടെ ജീവിച്ച ആളാണെങ്കിലും 10 വേറെ സ്ഥലങ്ങളിലൊക്കെയാണ്. എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് പോലെ ഞാൻ അല്പം അഹങ്കരിച്ചു. അതിന് ഫലം കർത്താവ് തന്ന്. ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ നമ്മൾ പാഠം പഠിക്കണം. നമ്മുടെ അഹങ്കാരം, ഓവർ കോൺഫിഡൻസ്, അമിത വിശ്വാസം. ദാനിയേൽ 5 പറയുന്ന അന്ന് രാത്രി ബെൽഷസ്സർ കൊല്ലപ്പെട്ടു എന്നാണ്. അന്ന് രാത്രി, ഈ കയ്യെഴുത്ത് വന്ന രാത്രി ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. അപ്പോൾ അതേക്കുറിച്ച് പറയുന്നത്, ബാബേൽ പട്ടണം പണിതിരുന്നത് ഒരു രാജാവിനും കീഴ്പ്പെടുത്തുവാൻ വയ്യാത്തവണ്ണമാണ്. ഭയങ്കര മതിലുകൾ, ഭയങ്കര 10-40 അടി വീതിയുള്ളതായിരിക്കുന്ന വലിയ മതിലുകൾ, ആർക്കും പൊളിക്കാൻ വയ്യാത്തതായിരിക്കുന്ന മതിലുകൾ, 70 അടി ഉയരത്തിലുള്ള മതിലുകൾ, അതിന് പുറത്ത് കുതിരപ്പട, അവിടെ പുറത്ത് ഗോപുരങ്ങൾ, പട്ടാളക്കാർ, അതിന് താഴ്വശത്ത് ഭയങ്കര കിടങ്ങ്, ആ കിടങ്ങ് നിറച്ച് വെള്ളം, ഒരു വിധത്തിൽ ഇങ്ങോട്ട് കയറാനൊക്കെ ഇല്ല. അങ്ങനെ സുരക്ഷിതമാണെന്ന് വിചാരിച്ചിരുന്ന രാജാവും രാജ്ഞി എല്ലാവരും കൂടി ഇങ്ങനെ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇളകി വരുന്നതുകൊണ്ടുണ്ട് പേർഷ്യൻ പട്ടാളം അകത്ത് കയറി വരുന്നു. വലിയ പേർഷ്യൻ അവർ ഈ വെള്ളത്തെ ഒരു സ്ഥലത്ത് തടഞ്ഞു നിർത്തിയിട്ട് ടണൽ കുഴിച്ചെന്നാണ് പറയുന്നത്. ടണൽ കുഴിച്ച് കൊട്ടാരത്തിൻ്റെ അടിയിൽ വന്ന് മേപ്പെട്ട് ടണൽ കുഴിച്ചതിലൊക്കെ അറിയും. മേളിൽ നിന്ന് പട്ടാളക്കാരും അറിയില്ല, കാരണം വളരെ ദൂരെ അവർ ടണൽ കുഴിച്ചത്, മൈലുകൾക്കപ്പുറം. അന്ന് രാത്രി കൊല്ലപ്പെട്ടു. അതെ, ദാരിയാവേശ് രാജാവ്, മേദ്യനായ ദാരിയാവേശ് രാജാവായി. നമ്മുടെ അഹങ്കാരം, നാം വിചാരിക്കും വളരെ സേഫാണെന്ന്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ വളരെ മിടുക്കനാണ്, എന്നെ ആർക്കും തോൽപ്പിക്കാൻ നോക്കില്ല, ഞാൻ വളരെ ശക്തനാണ്, എന്നെ ആർക്കും തോൽപ്പിക്കാൻ നോക്കില്ല. ഇങ്ങനെ നമ്മൾ ഓരോന്ന് പറയും, ഞാൻ വളരെ ധനവാനാണ്, ഒരു മുട്ടും വരുന്ന സാധിക്കില്ല, എനിക്കിഷ്ടം പോലെ പണമുണ്ട്, ഹെലികോപ്റ്റർ പിടിച്ച് ഞാൻ വെല്ലൂർക്ക് പോയി ചികിത്സ ചെയ്യും, അല്ലെ എയിംസ് ഡൽഹി പോയി ചികിത്സ ചെയ്യും. നീ ഹെലികോപ്റ്റർ പിടിക്കും, ആ ഹെലികോപ്റ്റർ ഓടുന്ന വഴിയിൽ എന്ത് ചെയ്തു, അപകടത്തിൽപ്പെട്ട് നീ ചാകും, പൈലറ്റ് ചാകും, എല്ലാം ചാകും, ചികിത്സ പിന്നെ ഇവിടെ കിടക്കും. അങ്ങനെയൊന്നും അഹങ്കരിക്കരുത്, അങ്ങനെയൊന്നും അത്ഭുത വിശ്വാസം വരരുത്. കർത്താവേ എന്ന് വേണം. ഹിറ്റ്ലർ ഒരിക്കലും വിചാരിച്ചില്ല അവൻ തോൽക്കുമെന്ന്. വിചാരിച്ചോ? സ്വയം വെടിവെച്ച് ചത്തു. 65 ലക്ഷം യഹൂദന്മാരെ കൊന്നവനാണ്. അവൻ വിചാരിച്ചു അങ്ങനെ അവൻ ചാകുമെന്ന്? വിചാരിച്ചില്ല. നെപ്പോളിയൻ വിചാരിച്ചോ ഒരു വാട്ടർലൂ അവൻ്റെ ജീവിതത്തിലുണ്ടാകുമെന്ന്? ഒരിക്കലും വിചാരിച്ചില്ല. റഷ്യ എപ്പോഴെങ്കിലും വിചാരിച്ചോ കമ്മ്യൂണിസം നശിക്കുമെന്നും സോവിയറ്റ് യൂണിയൻ അനേക ഉച്ച രാജ്യങ്ങളായി വീണ്ടും പഴയതുപോലെ ആകുമെന്നും? ഇല്ല, അവർ വിചാരിച്ചില്ല. പക്ഷേ ഇപ്പോഴും ഇത് നടക്കില്ലേ? എത്രായിരം കിലോമീറ്റർ ഹെക്ടർ സ്ഥലമാണ് റഷ്യയുടെ മറ്റൊരു പിടിച്ചെടുത്തത്. വളരെ വിസ്താരമായ ഒരു രാജ്യം. പുട്ടിനിങ്ങനെ തലയും കുറിച്ച് നടക്കുക, എന്ത് ചെയ്യണമെന്നറിയില്ല. ശലോമോൻ എപ്പോഴെങ്കിലും വിചാരിച്ചു തൻ്റെ സാമ്രാജ്യം ശിഥിലമാകുമെന്ന്? ഒരിക്കലും വിചാരിച്ചില്ല. തൻ്റെ ദാസിയുടെ പുത്രൻ രഹബം അവനെതിരെ തലയുയർത്തി, 10 ഗോത്രം കൊണ്ടങ്ങ് പോയി. അതുകൊണ്ടാണ് പറഞ്ഞ് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നത് വീഴാതിരിക്കുവാൻ നോക്കണ്ട. നിഗളത്തിന് പുറകെ വീഴ്ച നിശ്ചയം. ദൈവത്തിൽ ആശ്രയിച്ച് താഴ്മയോട് ജീവിക്കുക. ഒരുപാട് ചരിത്രം പറയാനുണ്ട്. നമുക്കൊക്കെ സിസ്റ്റമിക് വീക്ക്നെസ് ഉണ്ട്. നിങ്ങൾ ചിലർ ചിലപ്പോൾ ഡിപ്രഷൻ കൊണ്ടായിരിക്കും. അവസാന കാലത്ത് ഭയങ്കര ഡിപ്രഷൻ ബാധിച്ചിട്ട് ഭയങ്കര പ്രശ്നമാകും. വേറെ ചിലർ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് ആയിരിക്കും, നിങ്ങളുടെ ആഹാര രീതികൾ നിങ്ങളെ കൊല്ലും. ചിലർ അലസത കൊണ്ടാണ്. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള റിസോഴ്സസിനെ ഉപയോഗിക്കുവാൻ കഴിയാതെ കൊണ്ട് അലസരായിട്ട് നിങ്ങൾ അങ്ങനെ ജീർണിച്ച് മരിക്കുന്നവരാണ്. പണ്ടൊരു രാജാവ് തൻ്റെ രോഗമായി കിടന്നപ്പോൾ പറഞ്ഞു, തൻ്റെ പ്രധാനമന്ത്രിയെ വിളിച്ച് പറഞ്ഞു, നീ എൻ്റെ രാജ്യത്തെ ഏറ്റവും അലസനായ മനുഷ്യനെ കണ്ടുപിടിക്കണം, എനിക്ക് അവൻ്റെ സമ്മാനം കൊടുത്തിട്ട് വേണം മരിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജാവ് ഇങ്ങനെ പോയി, രാജ്യത്തെ ഏറ്റവും അലസനായ പലയിടത്തും പോയി. ഓരോരുത്തർ പറഞ്ഞു ഇവിടെ ഒരു മനുഷ്യനുണ്ട് വെറും അലസനാണ്, അവൻ്റെ വീട് മുഴുവൻ ദേശം മുഴുവനും കാട് പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ പോയി, ഇങ്ങനെ പോയി. അവസാനം ഒരു വീട്ടിൽ ചെന്ന് അവർ പറഞ്ഞു ഇവിടെ നിർത്തുന്നുണ്ട്. അവിടെ ഒരുത്തണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവന് വിശന്നിട്ട് ഒരു പ്ലേറ്റ് ചോറും കറിയും ഉണ്ട്. ഈ ചോറിൻ്റെ അകത്ത് കൈ ഇങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇത് വാരിലേക്ക് കൊണ്ടുവരാനുള്ള മടി കൊണ്ട് അവൻ വിശന്നിരുന്ന് കരയുക. അപ്പോൾ രാജാവ് പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു, നീയാണ് ഈ രാജ്യത്തെ ഏറ്റവും അലസനായ മനുഷ്യൻ, നിനക്ക് രാജാവ് ഒരു സമ്മാനത്തിന്. അപ്പം പറഞ്ഞു അല്ലല്ല, എൻ്റെ അനിയൻ അങ്ങേ മുറിയിലുണ്ടെന്ന് പറഞ്ഞ് അവനാണ് ഏറ്റവും വലിയത്. അവിടെ ചെന്നപ്പോൾ ഒരു കടന്തൽ അവൻ്റെ കണ്ണിൻ്റെ പുറത്ത് കുത്തിക്കൊണ്ടിരിക്കുക. അവനത് വേദനിച്ചിട്ട് ഇതിനെ ഒന്ന് അടിച്ചു ഓടിക്കാൻ വയ്യാതെ വേദനിച്ചിട്ട് മടിയായിട്ട് ഇങ്ങനെ ഇത് കരയുക, വേദന കൊണ്ട്. അയ്യോ. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്, അലസന്മാർ.
ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന്. ക്ഷമിക്കാത്ത ആളുകളുണ്ട് കേട്ടോ, ക്ഷമിക്കാത്ത അവർ വാശിയാണ്, വൈരാഗ്യം, പകരം വീട്ടുക, പക ചെയ്യുക, ക്ഷമിക്കുകയില്ല. എൻ്റെ സഹോദരൻ അങ്ങ് ക്ഷമിക്കില്ല, ഞാൻ ക്ഷമിക്കുകയില്ല. അവസാനം അവർ ദൈവത്താരും മനുഷ്യനാരും ക്ഷമിക്കപ്പെടാത്തവനായിട്ട് അവർ ജീർണിച്ച് മരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഒരു മനുഷ്യനും അവരോട് കരുണ കാണിക്കുകയില്ല. കാരണം ആരുടെയും പാപങ്ങളെ അവർ ക്ഷമിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് അറിയാമോ? എന്തെല്ലാം പ്രശ്നങ്ങളാണ്. സംസാരമാണ് ചിലരുടെ പ്രശ്നം. ഏതിനും ചാടിക്കറി മറുപടി പറയും. എന്നിട്ട് എന്ത് ചെയ്യും? വേണ്ടാത്തത് മറുപടിയും പറയാൻ ചെവിക്കുരിക്ക് അടിയും വാങ്ങിച്ചിട്ട് പോരും. നീ എന്തിനാ അവിടെ കയറി അടി വാങ്ങിച്ചത്? ഞാൻ വെറുതെ ഒരു അഭിപ്രായം പറയാൻ പോയതാണ്. നിനക്ക് അവിടെ അഭിപ്രായത്തിൻ്റെ കാര്യമൊന്നുമില്ലായിരുന്നു. എന്നാലും അങ്ങനെ അഭിപ്രായം പറയുന്നവരുണ്ട്. അപ്പോൾ ഓരോ ബലഹീനത ഓരോരുത്തർക്കുണ്ട്. ചിലർക്ക് അവർ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ചിലർക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പല കോംപ്ലക്സുകൾ, പല സ്വഭാവ ദൂഷ്യങ്ങൾ. നിങ്ങളുടേത് ഏതാണ് നിങ്ങൾ തന്നെ സ്വയം പരിശോധിച്ച് കണ്ടെത്തണം കേട്ടോ. കണ്ടെത്തിയില്ലെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ബലഹീനത നിങ്ങളെ കുഴിച്ചു മൂടും. നിങ്ങൾ ആ കുഴിയിലായിരിക്കും നിങ്ങൾ വീഴുന്നത്. അഹങ്കാരത്തിൻ്റെ കുഴിയാകാം, നിരാശയുടെ കുഴിയാകാം, അമിതാവേശത്തിൻ്റെ കുഴിയാകാം, അമിത വിശ്വാസത്തിൻ്റെ കുഴിയാകാം, ദൈവാശ്രയമില്ലായ്മ കുഴിയാകാം. ശമൂല് പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാ ഞാൻ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കുന്നത്. ചിലർക്ക് അതാണ് ഒരു പ്രാർത്ഥനാശീലമാണ്, പ്രാർത്ഥനയില്ലായ്മയാണ്. അവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതവർക്ക് വിനയായി തീർന്നു. ഇപ്പം എന്താ നമ്മൾ പറഞ്ഞത്? അനേക മഹാന്മാരും അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവർ പരാജയപ്പെടുന്നു. എന്തുകൊണ്ട് എന്ന് അവരെ ചിന്തിച്ചിരുന്നെങ്കിൽ പരാജയപ്പെടാതെ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവർ ചെയ്തില്ല. ശലോമോൻ അങ്ങനെ പരാജയപ്പെട്ടവനാണ്, ശൗൽ അങ്ങനെ പരാജയപ്പെട്ടവനാണ്. ശക്തനായിരുന്ന ന്യായാധിപനായിരുന്ന ഒരാളുണ്ടല്ലോ, ഏറ്റവും ശക്തനായ, എന്താ പേര്? ശിംശോൻ. അങ്ങനെ ഉള്ള ധാരാളം ആളുകൾ. പത്രോസിന് ബലഹീനതയുണ്ടായിരുന്നു. പൗലോസിൻ്റെ ബലഹീനത എന്താണെന്ന് എനിക്കറിയില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ബലഹീനതയുണ്ടായിരുന്നു തീർച്ചയായിട്ടും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പൗലോസ് തികഞ്ഞ ആത്മീയനായിട്ടാണ് ജീവിച്ചത്. ദാനിയേൽ, നെഹമ്യാവ്, യോസെഫ് മുതലായ ആളുകൾ അവരുടെ ബലഹീനതകളെ അതിജീവിച്ച ആളുകളാണ്. അവരുടെ ബലഹീനതകൾ അവരെ കീഴ്പ്പെടുത്തുവാൻ സമ്മതിച്ചില്ല. സഭയിൽ ഒരു വിശ്വാസി പോലും അവരുടെ സിസ്റ്റമിക് ബലഹീനത നിമിത്തം നശിച്ചു പോയി എന്ന് പറയുവാനിടയാകരുത്. അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.